പോർപ്പിസ്കോപ്പ അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, ബെസ്ക്യാമ അസോസിയേഷൻ്റെ ചുക്കാൻ പിടിക്കുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠ വനിതകളെ, പ്രിയ റംബാച്ചൻ പുറകിലിരിപ്പുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഈ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു യോഗ ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന്. ആശങ്ക മാറിക്കിട്ടി എന്ന് വിചാരിക്കും. കാരണം ഇടയ്ക്കൊരു ഇച്ചിരി ബ്രേക്കൊക്കെ വന്നു, ഭക്ഷണം കഴിച്ചതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തെ ഭക്ഷണമില്ല, 4 മണിക്കൊക്കെ വല്ലതും കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള ഭക്ഷണത്തെക്കുറിച്ച് ആണ് തൊട്ട് മുമ്പുള്ളൊരു സെഷൻ ചുരുങ്ങിയതെങ്കിലും നമ്മൾ കേട്ടത്. യോഗയുടെ ഭാഗമാണിതെല്ലാം. ഭക്ഷണ ക്രമീകരണമൊക്കെ യോഗയുടെ തന്നെ ഭാഗമാണ്. യോഗ വലിയ ഒരു സയൻസാണ്. അതുകൊണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന് ഒരു നിശ്ചയമില്ല. ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങുക, സമയമാകുമ്പോൾ അങ്ങ് അവസാനിക്കുക, അങ്ങനെ പറ്റത്തുള്ളൂ. യോഗയ്ക്ക് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള വശങ്ങൾ, മതപരമായ ആസ്പെക്റ്റുകൾ, ദൈവശാസ്ത്രപരമായ വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ആധ്യാത്മിക വശങ്ങളുണ്ട്, ശാരീരശാസ്ത്രപരമായ വിശകലനങ്ങൾ അതിനകത്തുണ്ട്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം യോഗ തെറാപ്പി പോലെയുള്ള ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജീവന ശൈലിയുമായി ബന്ധപ്പെട്ട് യോഗ ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റ് ഇതര സംവിധാനങ്ങളുമായിട്ട് അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് ഒക്കെ ഇപ്പോൾ ആയുർവേദയും കൂടെ യോഗയും കൂടെ ചേർത്ത് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് യോഗയുടെ പ്രാധാന്യം ലോകത്തെല്ലാം വർദ്ധിച്ചു വരികയാണ്. 10-30 വർഷമായിട്ട് യോഗ പരിശീലിക്കുകയും അത് പഠിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 18 വർഷമായിട്ട് ഒരു യോഗ സെൻറ്റർ ആൻഡ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ സമന്വയിപ്പിച്ച് പ്രാണിക് ഹീലിംഗ്, എന്നെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പ്രാണിക് ഹീലിംഗ് പറഞ്ഞു. ഇങ്ങനെയുള്ള തെറാപ്പികളെ എല്ലാം ചേർത്തുകൊണ്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ധ്യാനം അഥവാ ഈ മെഡിറ്റേഷൻസ് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ഒക്കെ ഈ യോഗയും മെഡിറ്റേഷനും നൽകുവാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് യോഗയും ധ്യാനവും പരിശീലിപ്പിക്കുക വഴി അസുഖങ്ങൾ മാറുന്നതായിട്ടും ഒരു ജീവിത ലക്ഷ്യം അവർക്കൊക്കെ കൈവരുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. മനഃശാസ്ത്ര ചികിത്സയിലാണെങ്കിലും പാശ്ചാത്യരുടെ മനഃശാസ്ത്ര ചികിത്സകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് യോഗാത്മകമായ ചിന്തകൾ കൂടെ നൽകിക്കൊണ്ട് ആ ദർശനങ്ങൾ കൂടെ ചേർത്തുകൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫലം കിട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാക്കിൽ തന്നെയുള്ള ആ ഒരു ദർശനം നമുക്ക് ലഭിക്കേണ്ടതാണ്. യോഗ എന്ന വാക്ക് ഒരു സാൻസ്ക്രിറ്റ് വാക്കിൽ നിന്നുണ്ടായതാണ്. ആ വാക്ക് യുജ് എന്ന വാക്കാണ്. യുജ് എന്ന വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. യുജ് എന്ന വാക്കിന്റെ അർത്ഥം യൂണിയൻ ഇഴുകിച്ചേരൽ. വേണമെങ്കിൽ നമുക്ക് അവനെ കമ്മ്യൂണിയൻ എന്നൊക്കെ പറയാം. ഒരു ആധ്യാത്മിക അർത്ഥത്തിൽ അതിനെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയാം. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ മറ്റൊരു വാക്കാണ് ഹോളി കമ്മ്യൂണിയൻ. അങ്ങനെ ഭാരത ആധ്യാത്മികതയുടെ ദർശനങ്ങളിൽ അത്യുന്നതമായി നിൽക്കുന്ന യോഗശാസ്ത്രം ഷഡ് ദർശനങ്ങളിൽ ഒന്നായി നിലകൊള്ളുമ്പോൾ ഭാരത ദർശനങ്ങളുടെ ആധ്യാത്മികതയുടെ ആകത്തുകയാണ് യോഗശാസ്ത്രം. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം, ദൈവദർശനം എന്താണ്, ഭക്ഷണം എങ്ങനെയായിരിക്കണം, ദിനചര്യ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതെല്ലാം വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സമ്യക്കായ ആത്മീയ സംവിധാനമായിട്ടാണ് യോഗയെ ഭാരതീയർ പ്രചരിപ്പിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് യോഗ
ഒത്തിരിയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ തന്നെ യോഗം എന്ന് പറയുന്നത് യോഗ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ധ്യാനവും അതുപോലെയാണ്. യോഗയുടെ ഭാഗമാണ് ധ്യാനം. അഷ്ടാംഗ യോഗയിൽ ഒന്നാണ് യോഗ. യമം, നിയമം, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, അങ്ങനെ 8 യോഗ. അഷ്ടാംഗ യോഗയില് 7ാമത് വരുന്നതാണ് ധ്യാനം. ആ വാക്കാണ് നമ്മൾ ധ്യാനം ഉപയോഗിച്ച് ധ്യാന പ്രസംഗങ്ങളായി, ധ്യാന യോഗങ്ങളായി, ധ്യാനവുമായിട്ട് ഈ യോഗയുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വിധത്തിലേക്ക് ആ വാക്കിനെ നമ്മൾ ഉപയോഗിച്ചും പ്രയോഗിച്ചും നശിപ്പിച്ചിട്ടുണ്ട്. യോഗയെയും ധ്യാനത്തെയും വലിയ ബഹളം വെച്ചും വലിയ മൈക്കും സെറ്റുകളും എല്ലാ സംവിധാനങ്ങളും വെച്ച് ആളുകളുടെ തലച്ചോറിന്റെ അങ്ങേയറ്റം, അതിന് സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്ത് കൊണ്ടെത്തിച്ച് മനോരോഗം വരെ അതിനകത്ത് വരുത്തിയിട്ട് അതിനെയൊക്കെ യോഗ എന്ന വാക്കുമായിട്ടും ധ്യാനം എന്ന വാക്കുമായിട്ട് ചേർത്ത് മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. വട്ടുപിടിച്ച് കുറേയൊക്കെ ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നുണ്ട്. കറങ്ങിയടിച്ച് മുമ്പിൽ വന്ന് സംസാരം നിർത്താത്ത ആളുകൾ, ഉറക്കമില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഇത്തരം ധ്യാനങ്ങൾക്ക് പോയി അവസാനം ഗതി കിട്ടാതെ ഞങ്ങളെയൊക്കെ തേടി വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും ശരിയായ യോഗ അതും ധ്യാനവും എന്താണെന്ന് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യോഗ അഭ്യസിക്കുന്ന ഒരാൾ അടിസ്ഥാനപരമായി യമനിയമങ്ങൾ പാലിച്ചിരിക്കണം. യമവും നിയമവും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ യമവും നിയമവും ഞാനൊന്ന് പറയുകയാണ്. ഒന്നാമത്തെ അഹിംസയാണ്. ഒന്നിനെയും കൊല്ലരുത്. ഇംഗ്ലീഷിൽ അഹിംസ എന്ന വാക്ക് നമുക്കറിയാം നോൺ വയലൻസ് ആണ്. അപ്പോൾ ഒന്നിനെയും ഉപദ്രവിക്കാനും പാടില്ല. 3, ഒന്നും നശിപ്പിക്കരുത്. എന്നുവെച്ചാൽ ക്രിയേറ്റീവായി, ഡിസ്ട്രക്റ്റീവ് ആവരുത്, കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. യോഗ അഭ്യസിക്കുന്ന ഒരാൾ എല്ലാറ്റിനെയും സ്നേഹിക്കുക. അതാണ് യോഗയിലെ അഹിംസ. ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെയും ഉപദ്രവിക്കരുത്, ഒന്നും നശിപ്പിക്കരുത്, എല്ലാറ്റിനെയും സ്നേഹിക്കുക. അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്ട് പറഞ്ഞുകൊണ്ടാണ് അഹിംസയെ നാം മനസ്സിലാക്കേണ്ടത്. അപരിഗ്രഹ, അസ്തേയ, ശൗച, ബ്രഹ്മചര്യ, ഈശ്വര പ്രണിധാന, തപസ്യ തുടങ്ങിയിട്ടുള്ള യമനിയമങ്ങൾ നാം നോക്കുമ്പോൾ മറ്റുള്ളവരുടേതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ആശയങ്ങൾ, മറ്റുള്ളവരുടെ സ്ഥാനം, പണം, സമയം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ നാം കൈവശമാക്കരുത്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അഭിമാനവും ബഹുമാനവും എല്ലാം അതിൽ പെടുന്നതാണ്. ഒരു യോഗ അഭ്യസിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന ആളുകൾ വേറെ ആൾക്ക് അവകാശപ്പെട്ടതൊന്നും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പണം മാത്രമാണ്. സ്ഥാനവും അതുപോലെയാണ്. കൈക്കൂലി കൊടുത്തും അതുപോലെ പണം നേരത്തെ കൊണ്ട് കൊടുത്തും നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ യോഗശാസ്ത്രത്തിന്റെ നിയമം അനുസരിച്ച് തെറ്റാണ്. അതുകൊണ്ടാണ് അതൊക്കെ അഭ്യസിക്കുന്ന ആളുകൾ സ്ഥാനം കിട്ടാൻ വേണ്ടി ആളുകളെ സ്വാധീനിക്കുന്നതിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ പുറന്തള്ളപ്പെടുകയും ചെയ്യും പലപ്പോഴും. അപ്പൊ യമ നിയമങ്ങളിൽ അഹിംസ, അപരിഗ്രഹ, അസ്തേയ, ശൗച, വൃത്തിയാണ്. ശരീരത്തിന് വൃത്തി വേണം, മനസ്സിന് വൃത്തി വേണം, വൈകാരിക തലങ്ങളിൽ വൃത്തി വേണം, പെരുമാറ്റത്തിൽ വൃത്തി വേണം, ലക്ഷ്യങ്ങളിൽ വൃത്തി വേണം. ഇങ്ങനെ നമ്മൾ ഒരു സാങ്ക്ടിറ്റി എന്ന് ഇംഗ്ലീഷിൽ പരിശുദ്ധിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പറഞ്ഞ് ഈ ശൗചവുമായി ബന്ധപ്പെട്ട് വരും. ആന്തരിക പരിശുദ്ധി വരെ യോഗയുടെ പ്രിപ്പറേഷനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് മനസ വാച കർമ്മണ എല്ലാ തലങ്ങളിലും ഈ വിശുദ്ധി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ പരിശീലനങ്ങളും അങ്ങനെയാണ്. വിശദീകരിക്കാൻ സമയമില്ല. വലിയ ഒരു ശാസ്ത്രത്തെ ഇങ്ങനെ 10-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയാം. ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്റ്റ് മീനിങ് ബ്രഹ്മ നിയമം അറിയുക, അത് പാലിക്കുക, അതിൽ ചരിക്കുക എന്നാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അറിയുക. നമുക്കറിയാം ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രകൃതി നിലനിൽക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ തത്വങ്ങൾ അത് പാലിക്കുന്നത് കൊണ്ടാണ്. എവിടെ ഈ പഞ്ചഭൂതങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ തകർക്കപ്പെടുന്നുവോ അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു, അവിടെ ഭൂമിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു,
കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു, ജീവികൾക്ക് ദാരുണാന്ത്യം ഉണ്ടാകുന്നു, വൃക്ഷങ്ങളും ജീവജാലങ്ങളും ഒക്കെ തന്നെ അസ്തമിക്കുന്നു, മനുഷ്യരും പലപ്പോഴും അതിൻ്റെ ഭാഗമായി മാറുന്നു നമുക്കറിയാം. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലും ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് എവിടെ തെറ്റിയാലും നമ്മൾ രോഗികളാകും. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് ശരിയായ ബ്രഹ്മചര്യം. ബ്രഹ്മനിയമം അറിയുക, അനുവർത്തിക്കുക. ബ്രഹ്മചര്യത്തിന്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം. എന്താണ് ബ്രഹ്മചര്യം? വലിയ പരിശുദ്ധമായിട്ട് കാണുമ്പം അതിനെ വളരെ മോശമായി കാണുന്ന അതുമായി ബന്ധപ്പെട്ടൊരു വാക്യം അതാണ് വ്യഭിചാരമാണ്. ബ്രഹ്മചര്യം വ്യഭിചാരം. എന്താണ് വ്യഭിചാരം? നേരെ പോകേണ്ടത് വഴിതെറ്റി പോവുക, അതാണ് വ്യഭിചാരം. വ്യഭിചരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജം, ചിന്തകൾ, ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര, ഇതൊക്കെ ഊർജം എന്ന് പറയുന്ന ഒരു സംവിധാനം, നമ്മുടെ ശരീരത്തിലെ ഊർജ സംവിധാനം ശരിയായി പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. എന്നാൽ വഴിതെറ്റി ഒഴുകുന്ന ഊർജം, എനർജി ഫോളോസ് തോട്ട്, ചിന്തയെ ഊർജം പിന്തുടരുന്നു. അപ്പൊ തെറ്റായ ചിന്തകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഊർജം തെറ്റായി ഒഴുകും, അപ്പൊ അത് വ്യഭിചരിക്കും. അങ്ങനെ ശരീരത്തിലെ ഊർജം തെറ്റായി ഒഴുകുമ്പോൾ മനുഷ്യൻ തെറ്റായി മാറും. കർത്താവ് തന്നെ പറഞ്ഞത് എന്താണ് വ്യഭിചാരത്തെക്കുറിച്ച്? ഒരു ചെറിയ നോട്ടം പോലും വ്യഭിചാര പരിധിയിൽ പെടുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? നോക്കുമ്പോൾ ചിന്തയുണ്ടാവും, ചിന്തയുണ്ടാകുമ്പോൾ ഊർജം ആ വഴിക്ക് തിരിയും. ഊർജം വഴിയെ തിരിക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ സ്വരൂപിച്ചിട്ടുള്ള പ്രീവിയസ് പ്രോഗ്രാമിംഗ്, എക്സ്പീരിയൻസസ്, ഫീലിങ്സ്, ഇതൊക്കെ വരും. പിന്നെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ്, വാസനകൾ, നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന വാസനകളെല്ലാം അതിനോട് ചേർന്ന് വരും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് വഴിതെറ്റി ഒഴുകും, ബ്രഹ്മനിയമം തെറ്റിപ്പോവും. അതാണ് ശരിയായ വ്യഭിചാരം എന്ന് പറയുന്നത്. അത് ബ്രഹ്മനിയമങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക. അതുപോലെയാണ് ഭാര്യാഭർത്തൃ ബന്ധം ഈ ബ്രഹ്മചര്യത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് യോഗ നിയമം അനുസരിച്ച്. അതുപോലെയാണ് നമ്മുടെ ഊർജങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈംഗിക ഊർജം എന്ന് പറയുന്നത്. ആ അർത്ഥം കൂടെ അതിനുണ്ട്. ലൈംഗിക ഊർജം അത് ശരിയായി പാതയിലൂടെ ഒഴുക്കി അതിനെ രൂപാന്തരപ്പെടുത്തി ആധ്യാത്മിക ഊർജമാക്കി മാറ്റുന്ന പരിശീലനത്തിന്റെ വേറൊരു പേരാണ് യോഗ. ആ വശങ്ങളൊന്നും അധികം ആളുകൾ ഡിസ്കസ് ചെയ്യാറില്ല. നമ്മൾ ടി വി കാണുമ്പോൾ തലകുത്തി നിൽക്കുക, കാല് പൊക്കി തലയുടെ പുറകെ കൂടെ കൊണ്ടുവെക്കുക, ഇതൊന്നും നമുക്ക് പറ്റത്തില്ലെന്ന് വിചാരിച്ച് നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ യോഗയുടെ സാധ്യതകൾ ശരിക്കും മനുഷ്യൻ മനസ്സിലാക്കി. ശരിയായ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവികമായ ഊർജ്ജം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഫിസിക്കലൈസ് ചെയ്യുക. ബൈ ഡൂയിങ് ഫിസിക്കൽ എക്സസൈസസ് that subtle energies will transform into physical energy. The same time, the sexual and the physical energy will be transformed into the spiritual divine energy. അതാണ് ഈ യോഗയുടെ ഇവല്യൂഷണറി ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മൂവ്മെന്റ്, ചില ജോഗിങ് ചെയ്തു, ചില ആൾക്കാർ കരാട്ടെ ചെയ്തു, വേറെ ആൾക്കാർ കളരി ചെയ്തു, ചിലർ അത്രയൊന്നും എനിക്ക് വയ്യ, രാവിലെ നടക്കാൻ പോലും വയ്യ, അതുകൊണ്ട് കസേര ഇരുന്നുകൊണ്ട് ചില യോഗകളൊക്കെ ചെയ്യുക ഞാൻ എന്ന് ചിലർ പറയും. പക്ഷേ യോഗയുടെ അനന്തസാധ്യത ഇവിടെയാണ്. നമ്മളിലെ അതിസൂക്ഷ്മമായി കടന്നുകൂടിയിരിക്കുന്ന കട്ടികൂടിയ, കമ്പാരിറ്റീവ്ലി കട്ടികൂടിയ ഗ്രോസ് എനർജിയെ ഈ പ്രാക്ടീസ് കൊണ്ട് സറ്റിൽ ആക്കി മാറ്റി ഡിവൈൻ ആക്കി ഈശ്വരനിലേക്ക് നയിക്കുക. ആ ഗ്യാപ്പിലൂടെ വരുന്ന ഡിവൈൻ എനർജി നമ്മുടെ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്ന് അതിനെ ഫിസിക്കലൈസ് ചെയ്യുക. ഡിവൈൻ എനർജി ഫിസിക്കലൈസ് ചെയ്താലും ഡിവൈൻ തന്നെയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീസിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. യമ നിയമ ആസന പ്രാണായാമം, അതിലെ യമ നിയമങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹിംസ, അപരിഹര, അസ്തേയ, ശൗച, ബ്രഹ്മചര്യ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നാണ് തപസ്യ. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ പലായനം ചെയ്യാനുള്ളതായ ഇച്ഛാശക്തി, ദ വിൽ. അതിനാണ് ഇന്ത്യൻ ട്രഡീഷണൽ ശിവ എന്ന് പറയുന്നത്. ദി വിൽ ആസ്പെക്ട് ഓഫ് ഗോഡ്, അതിന് ഇന്ത്യൻ ട്രഡീഷണൽ ശിവ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയുള്ള ആർജവത്വം,
യോഗ അഭ്യാസത്തിലൂടെ നമുക്ക് തരികയാണ്. കോൺസ്റ്റൻസി ഇൻ എയിം, കോൺസ്റ്റൻസി ഇൻ എഫർട്ട് ആൻഡ് നോൺ ലെസിനെസ് ആൻഡ് ഇൻഡസ്ട്രിയസ്നെസ്. കോൺസ്റ്റൻസി ഇൻ എയിം, ലക്ഷ്യത്തിൽ സ്ഥിരത പാലിക്കുക. കോൺസ്റ്റൻസി ഇൻ എഫർട്ട്, കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് എഫർട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ലേസിനെസ് ഇല്ലാതാകും. നമുക്കറിയാം നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ ലേസിനെസ്സിന് എന്താണെന്നറിയാം. ഒരു മരണകരമായ പാപമായിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്, അലസത എന്ന് പറയുന്നത്. അലസന്റെ മനസ്സ് ഒരു പിശാചിന്റെ പണിപ്പുരയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഇൻഡസ്ട്രിയസ്നെസ്, സ്ഥിരോത്സാഹിയായിട്ട് നാം മാറുകയാണ് യോഗ അഭ്യസിക്കുമ്പോൾ. പല ആളുകളുടെയും വിചാരം യോഗ ചെയ്യുന്നതിലൂടെ ഈ വെള്ളത്തിൽ വീണ കോഴിയുണ്ടല്ലോ, അതിങ്ങനെ നിലാവത്തോടിറങ്ങി നടക്കുന്നത് പോലെയാണ് ഈ യോഗികളുടെയൊക്കെ ജീവിതം എന്നാണ്. അങ്ങനെയല്ല. ഒരു ശരിയായ അഭ്യാസി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് 2 പേരുടെ ജോലി അയാൾ ചെയ്യും, പിന്നെ 3 പേരുടെ ചെയ്യും, പിന്നെ 4 പേരുടെ ചെയ്യും, 5 പേരുടെ ജോലി ഒരാൾ ചെയ്യുമ്പോഴാണ് ശരിക്കും യോഗിയാവുന്നത്. അല്ലാതെ ഒരു അലസനായി രാവിലെ എഴുന്നേറ്റ് ഒരു അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് ഉറക്കം തൂങ്ങി നടക്കുന്നതിനെ അല്ല. യോഗിയാണെങ്കിൽ 5 പേരുടെ ജോലി അയാൾ ചെയ്യും. കാരണം അയാൾക്ക് 3-3.5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ബാക്കി സമയം മൊത്തം അയാൾ അലേർട്ടായിരിക്കും. അതിൽ കുറഞ്ഞത് 8 മണിക്കൂർ അയാൾ സേവനം ചെയ്യുമായിരിക്കും. ഏതെങ്കിലും അയാളുടെ സേവനം ആവശ്യമുള്ള സ്ഥലത്ത് അയാൾ എത്തുകയും ആ സേവനങ്ങൾ കുറഞ്ഞത് 8 മണിക്കൂർ ദിവസം സേവ ചെയ്യുന്ന ആളാണ് യഥാർത്ഥ യോഗി. ഓരോന്നും പറയാൻ ഒത്തിരി സമയമില്ല. അഹിംസ, അപരിഗ്രഹ, അസ്തേയ, ശൗച, ബ്രഹ്മചര്യ, ഇപ്പൊ പറഞ്ഞ എന്തുവാ, തപസ്യ, ലക്ഷ്യം. അത് കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതിന്റെ സമഗ്രതയിൽ അത് തിരിച്ചറിയുവാനും അത് ദിവ്യമായ വെളിച്ചത്തോടു കൂടി തന്നെ അത് പൂർത്തീകരിക്കാനും. ഒരു ചെടി നടുന്നതിനകത്ത് പോലും അത് വേണം. ചെടി എവിടെ നടണം, അത് എത്രത്തോളം വളരും, അതിന് പിന്നെ വെള്ളം കിട്ടുമോ, ഈ സീസണിൽ അത് യോഗ്യമാണോ, അങ്ങനെയാണെങ്കിൽ വെള്ളം ഒഴിക്കണോ, ഇതെല്ലാം കാര്യങ്ങൾ ഒരു ചെടി നടുന്നതിനകത്തുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ വലിയ ലക്ഷ്യത്തിലേക്കും ആത്യന്തികമായി ദൈവികരാകുന്ന ലക്ഷ്യത്തിലേക്കും ഡിവിനൈസേഷൻ വരെയുള്ള, തെയോസിസ് വരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ നയിക്കണം എന്ന് യോഗ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഒരു തപസ്യയായി ജീവിതത്തെ കാണാൻ യോഗ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇപ്പം അഹിംസ, അപരിഗ്രഹ, അസ്തേയ, ശൗച, ബ്രഹ്മചര്യ, ഈശ്വര പ്രണിധാന, എല്ലാം ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വരനെ ലാക്കാക്കിക്കൊണ്ട്, ഈശ്വരനാണ് നമുക്ക് ഈ ശക്തിയെല്ലാം തരുന്നത്, ഈശ്വരൻ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവോടെ ജീവിതത്തെ കാണുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് യോഗ നമ്മളെ കൊണ്ടെത്തിക്കണം. ഞാൻ ഇതൊക്കെ പറയുന്നതിനാണ്, കഠിനമായ ചില എക്സർസൈസുകളല്ല യോഗ എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തെങ്കിലേ ശരിക്കും ഒരാൾക്ക് യോഗ ചെയ്യാൻ തുടങ്ങാൻ പറ്റും. ഇതാണ് ഇതിന്റെ ആധ്യാത്മികത. മറ്റൊരുവരുടെ ഒന്നും എടുക്കരുതെന്നല്ലേ നമ്മളും പഠിപ്പിക്കുന്നത്. വേറൊരു ജീവിയെ കൊല്ലാൻ പറയുന്നുണ്ടോ? ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ മുക്കുവരും മീൻ പിടിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പുനലൂക്കാരനാ. അവിടെ കടലില്ല. കടലില്ലാത്ത സ്ഥലത്ത് ആളുകൾ കടലിലെ മീൻ തിന്ന് ശീലിക്കുന്നത് എന്തിന്? നമുക്കൊരു ആഘോഷത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ മീൻ കൂട്ടാം. അവിടെ പുഴയിലെ ഒരു മീൻ പിടിച്ച് കഴിച്ചാൽ ശരിയായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു ആറൊക്കെ ഉണ്ട്, അതിന്റെ തീരത്ത് താമസിക്കുന്ന ചിലപ്പോൾ ഒരു ആറ്റിലോട്ട് ഇറങ്ങി മീൻ, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചീഫ് ഫുഡ്, ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, വേറെ ക്ലാസ് എടുത്ത 2 പേരും അത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ് മാക്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ രൂപം കൊണ്ടപ്പോൾ അതിന്റെ വലിയ വക്താവായിരുന്നു അദ്ദേഹം. നാം ഇങ്ങനെ വിദേശങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുകയും വളരെ ദൂരങ്ങളിൽ നിന്നുള്ള ആപ്പിളും മറ്റും വരുത്തി കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്ത് തൊട്ട് പറിച്ചെടുക്കാൻ കഴിയുന്ന ഭക്ഷണം നമ്മൾ അവഗണിക്കുകയാണ്. ഒരു ഫ്രൂട്ടേറിയനായി മാറേണ്ടതിന്റെ ആവശ്യകതയൊക്കെ നേരത്തെ പറഞ്ഞു. അതൊന്നും ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ആധ്യാത്മിക പരിശീലനമായിട്ടാണ് യോഗയെ നാം കാണുന്നത്. ഇനി അതിൻ്റെ പലതരം യോഗകളെ കുറിച്ച് കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയൊരു പരിശീലനം ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ സമയം തീരും. സമയം നോക്കുന്നുണ്ട്. യോഗ
ഒന്നാമത്തെ യോഗയുടെ പേര് ഹഠ യോഗ എന്നാണ്. ഹഠ, ഹ എന്ന് വെച്ചാൽ സൂര്യനും ഢ എന്ന് വെച്ചാൽ ചന്ദ്രനുമാണ്. അപ്പം ഹഠ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യ ചന്ദ്ര യോഗയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രകൃതിയുടെ ഒരു ചെറിയ രൂപമാണ്. നമ്മളൊന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി അതിൻ്റെ മാക്രോകോസ്മിക് ആസ്പെക്റ്റിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ മൈക്രോകോസ്മിക് ആസ്പെക്റ്റിലാണ്. നമ്മൾ അതിൻ്റെ മാക്രോ ലെവലിലാണെങ്കിൽ നമ്മുടെ സെല്ലുകൾ അതിൻ്റെ മൈക്രോ ലെവലിലാണ്. ഈ കണക്ഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് രാവും പകലും, സ്ത്രീയും പുരുഷനും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഇടപിംഗല നാഡികളുണ്ട്. നമ്മുടെ സുഷുമ്നാ നാഡി, നട്ടൽ നാഡി നടുക്കൂടെ പോകുന്നതാണ് സുഷുമ്നാ നാഡി. അതിൻ്റെ ഇടപിംഗല നാഡികൾ, 2 നാഡികൾ നട്ടലിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് യോഗശാസ്ത്രം അനുസരിച്ച്. സ്വഭാവം ഒരു സ്ത്രൈണ സ്വഭാവമാണ്. അത് രാത്രിയുടെ സൂചനയാണ്. അതുകൊണ്ട് അതിൻ്റെ ചന്ദ്രനാണ് അതിൻ്റെ പ്രതീകം. പിംഗല പുരുഷ സ്വഭാവമാണ്. അതുകൊണ്ട് പകലിന്റെ സ്വഭാവമാണ്, കൂടുതൽ പ്രകാശിതമാണ്. അങ്ങനെയാണ് പിംഗലയുടെ സ്വഭാവം. അപ്പോൾ ഇടപിംഗലകൾ ബാലൻസ്ഡ് ആയിട്ട് പോയില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ രാത്രിയെ രാത്രിയായിട്ട് കാണാനും പകലിനെ പകലായിട്ട് കാണാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ നമ്മുടെ ശരീരത്തിലും ഈ പിംഗല എനർജി, വലത് നാഡി വഴി വരുന്ന ഊർജം അധികരിച്ചു പോയാൽ രോഗങ്ങൾക്ക് കാരണമാകും, അസ്വസ്ഥതകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സ്വസ്ഥത നഷ്ടപ്പെടും, അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരും. അതേസമയം ഇടയാണ്, ഈ സ്ത്രൈണ ഊർജമാണ് ഒരാളിൽ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് അലസതയ്ക്ക് സാധ്യതയുണ്ട്. ആ വ്യക്തി ആണോ പെണ്ണോ എന്നുള്ളതല്ല, ആ വ്യക്തിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിയില്ല, ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയില്ല, അങ്ങനെ പല പ്രതിസന്ധികൾ വരും. അപ്പൊ ഈ 2 എനർജിയും, ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ ഞാൻ പറയാണ്, ആണിലും ആൺ എനർജി ഉണ്ട്, പെണ്ണിലും പെൺ എനർജി ഉണ്ട്. ആൺ പെൺ എനർജികൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ശരിയായ സാധ്യതകൾ പുറത്തു വരത്തുള്ളൂ. നമുക്കറിയാം, ദൈവം നമുക്ക് ഒത്തിരി സാധ്യതകളോടെയാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ. അപ്പൊ അതിന്റെ ആ സാധ്യതകളെയൊക്കെ കുറേശ്ശെയായിട്ട് തട്ടി ഉണർത്തി അതിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ, ദ ഹോൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഒരു ശ്രമമാണ് ഈ ഹഠയോഗയ്ക്കകത്ത് ഉള്ളത്. രണ്ടാമത്തെ യോഗയുടെ ഒരു ഭക്തിയോഗയാണ്. ഭക്തിയോഗയിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം, നമുക്കറിയാം ഉത്തമഗീതത്തിലൊക്കെ ആ കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭക്തിയോഗയാണത്. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയുള്ളതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം അത് ശക്തമായി നിലനിർത്തുകയും ആ ശക്തമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ ആ വഴിയിൽ നടത്തിയിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരെ ദൈവസ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് ആദരിക്കുകയും അതിൻ്റെ വളർച്ചയിൽ നാം അനുദിനം കണ്ടുവരുന്ന ആളുകളോടെല്ലാം ഭക്തിപൂർവം പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഭക്തിയോഗ എന്ന് പറയുന്നത്. ഈ 3 ആസ്പെക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താണ്? നമ്മൾ ദൈവമായിട്ടുള്ള. 2 അതിൻ്റെ ഗുരുസ്ഥാനികൾ. 3 എന്താണ്? നമ്മൾ അനുദിനം കാണുന്ന ആളുകളിലേക്ക് ആ ഭക്തി പ്രസരിപ്പിക്കാൻ ഉള്ള കഴിവ്. 4ാമത്തെ ഒരു ആസ്പെക്ട് കൂടെ ഭക്തിയോഗയ്ക്കുണ്ട്, അത് പ്രകൃതിയാണ്. ആ പ്രകൃതിയും നമ്മളുമായിട്ട് അങ്ങ് ചേരുന്ന, പ്രകൃതിയിൽ ഓരോന്നും അങ്ങ് ഭക്തിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണും. ഒരു മരം കണ്ട ചിലപ്പോൾ അയാൾ നിന്ന് അതിനെ കെട്ടിപ്പിടിക്കും. വലിയ യോഗികളൊക്കെ മരത്തെ കെട്ടിപ്പിടിക്കുക, അതിലൊരു ദൈവാംശത്തെ അവർ തിരിച്ചറിയുക. അല്ലെങ്കിൽ ഒരു ജീവിയെ കാണുമ്പോൾ ആ ജീവിയിലെ ക്രൂരതയുടെ സ്വഭാവമായിരിക്കത്തില്ല അയാൾ ശ്രദ്ധിക്കുന്നത്. അയാൾ അതിന്റെ പിന്നിലെ ആ ലാളിത്യവും ആ ജീവിക്ക് സ്വതസിദ്ധമായി ലഭിച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ആയിരിക്കും ഒരു ഭക്തിയോഗ പിന്തുടരുന്ന ആൾക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, പാശ്ചാത്യനാണെങ്കിലും വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി, അദ്ദേഹത്തിന്റെ പൗരസ്ത്യ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്. ജീവികളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരിക, വളരെ ക്രൂരതയുള്ള ജീവികൾ പോലും അടുത്തു വന്നാൽ
അത് നിഷ്കളങ്കമായ ജീവികളെ പോലെ പെരുമാറുക. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഈ ഭക്തി ഇങ്ങനെ വളർന്ന് വരുന്നതാണ്. ഈ ഭക്തിയൊക്കെയാണ് നമ്മൾ വഴിതെറ്റിച്ച് നമ്മൾ പള്ളിയിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതത്തിലും ചില പ്രസംഗങ്ങളും ഒക്കെ മാത്രം കേട്ട് പാട്ടും കേട്ട് ഇങ്ങനെ അതിനെയൊക്കെ ഭക്തിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സൂക്ഷ്മമായ അംശത്തിൽ നാം ദൈവവും നമ്മളും ഒന്നായി തീരുന്നതിന്റെ അനുഭവം ആർജിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് യോഗശാസ്ത്രം. അടുത്ത യോഗ, സമയം കുറവായതുകൊണ്ട് ഞാൻ ഓരോന്നും അധികം വിശദീകരിക്കും. അടുത്ത യോഗയുടെ പേര് രാജയോഗ. രാജയോഗ എന്ന് പറഞ്ഞാല് രാജാവിന് എന്തിനെങ്കിലും കുറവുണ്ടോ? ആരവിടെയെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ അപ്പോഴേ അത് ആ സാധനം അവിടെ എത്തും. എന്നുവെച്ചാൽ നമുക്ക് ഒന്നിനും ഒരു കുറവില്ല. ഐ ആം ഇനഫ് ഫോർ മീ, വാട്ട് ഐ ഹാവ് ഈസ് ഇനഫ് ആൻഡ് വാട്ട് ഐ ആം ഈസ് ഇനഫ് എന്ന അനുഭവത്തിലേക്ക് വളരുന്നതാണ് രാജയോഗ. അത് അയാളെ ആ ലെവലിൽ കൊണ്ട് എത്തിക്കുന്നത് ഐ ആം ദ സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം നോട്ട് ദ ഇമോഷൻസ്, ഐ ആം നോട്ട് ദ തോട്ട്. എനിക്കത് കിട്ടിയാൽ അതല്ല ഞാൻ, അത് കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ പറയുമ്പോൾ അതല്ല ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. ഐ ആം ദ സോൾ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈൻഡ്. അപ്പൊ ഈ വൈകൃതങ്ങളും വൈകല്യങ്ങളും ഒക്കെ അതിന്റെ ലോവർ ആസ്പെക്റ്റിന് മാത്രമേ ഉള്ളൂ. ഹയർ ആസ്പെക്ട് വരുമ്പോൾ സോളാണ്. ഐ ആം ദ സോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജനിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, അങ്ങനെ പറഞ്ഞു പോകുന്ന നിഗൂഢതകൾ അടങ്ങുന്ന ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് രാജയോഗ. ഇത്തിരി ഡെപ്ത് ഉള്ളതാണ് രാജയോഗ. ഒരു മാസമോ 2 മാസമോ ഒന്നും പഠിച്ചാൽ തീരുന്നതല്ല. എത്രയോ വർഷങ്ങൾ വേണ്ട പരിശീലനം എന്ന് പറഞ്ഞാൽ എല്ലാം ധ്യാനമാണ്. നമുക്കിങ്ങനെ വാക്കുകൊണ്ട് കിട്ടുന്നതല്ല. വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി നമ്മൾ കണ്ണടച്ചിരിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ ഇതിനൊക്കെ. അല്ലാതെ ബുക്ക് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതല്ല രാജയോഗ. ഈ ലെവലിൽ എത്തിയ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് അവരിൽ നിന്ന് ഇച്ചിരി താഴെയായിട്ട് പോയി കണ്ണടച്ചെങ്കിരിക്കുക. അപ്പോൾ അവരുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നും സ്വാഭാവികമായിട്ടും ഒരു ചാനൽ നമ്മുടെ ബ്രെയിനിലേക്കും നമ്മുടെ എനർജി ബോഡിയിലേക്കും വന്നിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആ അറിവുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് എന്നൊക്കെ ഉള്ള വാക്ക് വന്നത്. ഈ ഉപനിഷത്ത് രാജയോഗവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ഗുരുവിന്റെ അടുത്ത് ചെന്നിരിക്കുക, ചോദ്യങ്ങൾ മനസ്സുകൊണ്ട് ചോദിക്കുക. ഗുരുവിന്റെ സിസ്റ്റം, ആ സംശയം എന്താണ്, ഈ ശിഷ്യന്റെ സംശയം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട് എനർജി ലെവലിൽ. വൈകിട്ട് പോകുന്നതിന് മുമ്പ് ഒന്നുകിൽ ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും, മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വെർബലി ചില സൂചനകൾ കൊടുത്തുവിടും. അത് ശരിയായ അധ്യയന രീതിയാണ് പുരാതന കാലത്തെ. അല്ല ഇങ്ങനെ വാദോരാതെ ക്ലാസ് എടുക്കുന്നതും ചിത്രങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്ന രീതി പണ്ടില്ല. എല്ലാം എനർജി ലെവലിലാണ്. നോട്ടത്തിലൂടെയൊക്കെയാണ് ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നത്. കണ്ണിലൂടെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കുക. കണ്ണും ബ്രെയിനും അത്രയും കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ബ്ലസ് ചെയ്ത് പഠിപ്പിക്കുക. കൈ ഇങ്ങനെ കാണിക്കും, കയ്യിൽ നിന്ന് വരുന്ന എനർജി കൊണ്ട് അവരുടെ അയാളുടെ സിസ്റ്റം അത്രയ്ക്ക് റിഫൈൻഡ് ആണെങ്കിൽ ആ എനർജി അയാളുടെ സിസ്റ്റത്തിൽ ചെല്ലുകയും ആ അറിവ് അയാളിലേക്ക് ചെല്ലുകയും. അല്ലെങ്കിൽ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മുടെയും അയാളുടെയും ഹയർ കോൺഷ്യസ് ലെവലുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ ഹയർ കോൺഷ്യസ് ലെവൽ വെച്ചിട്ട് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ ഈശ്വര നിഷേധിയായി ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോഴും വാടാ മോനെ ഇരിക്കുക, നീ അവിടെ ഇരി എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ട്രാൻസ്മിറ്റ് ദ എനർജി. അപ്പോഴേ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്തു. പഴയതെല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി. അപ്പോഴേ ശിഷ്യനായി. അതാ ആ ലെവലാണ് അതിൻ്റെ. നമുക്കറിയാം അങ്കുലിമാൽ എന്ന് പറയുന്ന ഒരാള്, നിങ്ങൾ ഹിന്ദിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്കുലിമാൽ 1000 പേരുടെ തള്ളവറില് ചേർത്ത് കഴുത്തെ മാലയായിട്ടൊക്കെ ഇട്ട് 999 ഇനി ഒരാളുടെയും കൂടെ തള്ളവറിൽ കിട്ടിയാലായി വലിയൊരു വരം കിട്ടും. അങ്ങനെയാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ ആള് ഭഗവാൻ ബുദ്ധനാണ്. കാട്ടിലൊക്കെയാണ് ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആളുകളെ കാണുന്നത്. എങ്കിലേ ഒറ്റയ്ക്ക് വരുന്നവരെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കൂട്ടത്തോടെ ഇയാളെ ആക്രമിക്കും. അങ്ങനെ ഇത്രയും ആളുകളെ ആക്രമിച്ച് ഈ ആക്രമണത്തിന്റെ തന്നെ ഒരു വലിയ ആളായിട്ട് ഇയാൾ മാറി. എങ്ങനെ ആളുകൾ തിരിച്ചാക്രമിച്ച ഇയാൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയും വൈഭവവും വന്ന അവസ്ഥയിലാണ്. അത് മാത്രമല്ല, അവസാനത്തേതാവുമ്പോൾ അതിന് സന്തോഷമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ കോൺഷ്യസ്നെസ്സിനെ
ട്രാൻസ്ഫോം ചെയ്യാൻ ഭഗവാൻ ബുദ്ധന്റെ ഒരു നോട്ടത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ദൂരെ നിന്നിങ്ങനെ കത്തിയും അല്ലെങ്കിൽ കഠാരയും ഏതോ ഒരു സാധനവുമായിട്ട് അടുത്തു വരുന്ന ആളിനെ അദ്ദേഹം നോക്കി പുഞ്ചിരിച്ചു. ഓരോ ചെവിടെ അടുത്ത് വരുന്നതിനനുസരിച്ച് ഈ ട്രാൻസ്മിഷൻ ഓഫ് എനർജി ആ സിസ്റ്റത്തിനകത്തോട്ട് ചെന്നിട്ട് അയാളുടെ സിസ്റ്റം മാറ്റി 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 അടുത്ത് വന്ന അദ്ദേഹത്തിന്റെ കാലിൽ വീഴുമായിരുന്നു. ഇതാണ് കഥ. അപ്പോൾ ആളുകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന വിധം മനുഷ്യന് ചിന്തിക്കാനും ഊർജം പകരാനും സാധിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മികതയിലും എൻ്റെ അഭിപ്രായത്തിൽ വലിയ പ്രസംഗങ്ങൾ കുറയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നീളത്തിലുള്ള 1.5-2 മണിക്കൂർ നീളുന്ന പ്രസംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംക്ഷിപ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യനെ ധ്യാനിക്കാൻ പഠിപ്പിക്കണം. ആ വിഷയം അവർക്ക് കണ്ണടയ്ക്കാൻ അനുവദിക്കണം. എന്നിട്ട് അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് തന്നെ പോകും. കണ്ണ് ആരടച്ചാലും സത്യത്തിലേക്ക് അവർ കണ്ണ് തുറക്കും. അതങ്ങനെയാണ്. ഇത് നമ്മൾ സമ്മതിക്കത്തില്ല. പള്ളിയിലായാലും വന്നിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സിയോൺ സഞ്ചാരി പാട്ടെടുത്തങ്ങിടും. ആരെങ്കിലും ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടായിരിക്കും അതിനകത്ത്. ആ സൂക്ഷ്മ തലത്തിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. നമ്മൾ അപ്പോഴേ പാട്ടെടുത്തിടുകയാണ്. അല്ലെങ്കിൽ ആളിരുന്ന് കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ ശീലം. 2 പേര് കൂടിയ കാര്യം പറഞ്ഞു. അതിന് ഞങ്ങൾ അച്ഛന്മാരെ വരെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പാട്ടിടുക. അപ്പൊ പിന്നെ കാര്യം പറയത്തില്ലല്ലോ. ആളുകൾ തിരിച്ചറിയണം. എല്ലാ ദിവസവും കുറെ നേരം കണ്ണടച്ചിരിക്കണം, ധ്യാനിക്കണം. നമ്മുടെ ആധ്യാത്മികതയിലുള്ളതല്ല ഇതൊന്നും. നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന ഒട്ടുമിക്കതും നമ്മുടെ ഈ ഓർത്തഡോക്സ് ദൈവശാസ്ത്രങ്ങളിലൊന്നും ഉള്ളതല്ല. എങ്ങനെയോ നമ്മൾ വഴിപഴച്ചു പോയിട്ടുണ്ട്. യോഗയുടെയും ധ്യാനത്തിന്റെയും ഗുരുവാണ് ക്രൈസ്റ്റ്. മലയിൽ ജീവിച്ച ആളാണ്. പകൽ നേരത്തെ പറഞ്ഞതുപോലെ സേവനത്തിനും ആളുകളെ ബോധവൽക്കരിക്കാനും ഇറങ്ങുമ്പോഴും മലമുകളിരുന്ന് ധ്യാനിക്കുന്ന, യോഗ അനുഷ്ഠിക്കുന്ന ഒരാളാണ് ക്രൈസ്റ്റ്. അതിൻ്റെ കൂടെ ധ്യാനിക്കാൻ പോയ ആൾ ഉറങ്ങിപ്പോയെന്നാ. ഇന്നത്തെ നമ്മുടെ ഈ വലിയ മൈക്കും സൗണ്ട് സിസ്റ്റവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ധ്യാനം അവിടെ കൂടിയിരുന്നെങ്കിൽ ശിഷ്യന്മാരെന്തായാലും ഉറങ്ങത്തില്ലായിരുന്നു. നമ്മളെ സ്വാധീനിക്കുന്നത് ഈ പാശ്ചാത്യരാണ്. പൗരസ്ത്യ ദർശനങ്ങളൊന്നും അധികം സ്വാധീനിക്കുന്നില്ല. അമ്പലങ്ങളും ഇങ്ങനെയാണ്. ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ പ്രോഗ്രാമുകളിനെ വിളിക്കാറുണ്ട്, ഇങ്ങനെ ടോക്കിനൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ അവരുടെ അത്രയും ജനക്കൂട്ടത്തിൽ നിന്ന് അത് പറഞ്ഞിട്ടേ വരത്തുള്ളൂ. ഈ മന്ത്രങ്ങളും ഒക്കെ മൈക്ക് കൂടെ കേൾക്കേണ്ടതാണോ? അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പുരയിടങ്ങളിലെല്ലാം കൊണ്ടുവച്ച് നമ്മുടെ പെരുന്നാളും ഉത്സവങ്ങളും വരുമ്പോൾ ഇതെല്ലാം കക്കൂസിലിരിക്കുന്നവനും കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവനും കുർബാന കേൾക്കുന്ന അവസ്ഥയിലേക്ക് ഇതെന്തൊരു അവസ്ഥയാണ് ഇതൊക്കെ? ഇതാരാ ഇങ്ങനെ ഇത് വല്ലതും ദൈവശാസ്ത്രത്തിലുള്ളതാണോ? ആര് തിരുത്തും ഇത്? ആർക്കാണ് ഇവിടെ ആധിപത്യം? പള്ളിയിൽ അച്ഛനുണ്ടോ? ഒരു തിരുമേനി വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അത് കേൾക്കും ആരെങ്കിലും? ദുരവസ്ഥയാണ് ഇതൊക്കെ. ഈ ശബ്ദങ്ങൾ നമുക്ക് തരുന്നത് എന്താണ്? ആത്മീയത കെടുത്തിക്കളയുകയാണ്. ആന്തരികമായ സ്വച്ഛതയിലാണ് ദൈവത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. യോഗ അതാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എത്ര യോഗം പറഞ്ഞു? ഹഠയോഗ, ഭക്തിയോഗ, രാജയോഗ. അപ്പൊ ശരിയായ രാജയോഗ പഠിപ്പിക്കുന്ന, അതിൻ്റെ അർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. ഞാൻ ഈ രാജയോഗ എന്നൊക്കെ ഉള്ളത് യോഗയുടെ വാക്കുകൾ അങ്ങ് ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. സുന്ദരികളതിൽ സുന്ദരി നീ, ജാതികളിൽ സൂനു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? അതുപോലെ രാജാവായിട്ടും രാജ്ഞിയായിട്ടും കിരീടം ധരിപ്പിക്കുന്ന, പട്ടം കൊടുക്കുക, രാജാവിന് കൊടുക്കുന്ന പോലുള്ള പട്ടം കൊടുക്കുക, ഇത് രാജയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഈ മാമോദീസ പോലും ഈ രാജയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യം വെച്ച് പ്രാർത്ഥിക്കരുതെന്ന് നമ്മുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചാലും ആളുകൾക്ക് അങ്ങനെയുള്ള വലിയ വലിയ പന്തലുകളിൽ അവർ പോകും. ആവശ്യം വെച്ച് പ്രാർത്ഥിക്കുന്നവൻ രാജാവല്ല. അവൻ ആരാന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധൻ അദ്ദേഹത്തിന്റെ സർവ സൗകര്യങ്ങളും ഉപേക്ഷിച്ചത്? അദ്ദേഹം ശരിക്കും രാജാവ് ആണെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഈ ലോകപരമായ രാജ്യത്വം വേണ്ടാന്ന് വെച്ചത്. അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ നാഥൻ ദൈവം ഈ ലോകത്തിന്റെ എല്ലാം നാഥനാണെങ്കിൽ അവന്റെ മക്കളാണ് നമ്മളെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം നമ്മുടേതുമാണ്. അതുകൊണ്ട് ബോധപൂർവ്വം നമ്മൾ ചിലതിൽ നിന്ന് വിട്ട് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളോട് കൂടി ജീവിക്കുന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഒരു
100 കോടി ആസ്തിയുള്ള ഒരു ആളുടെ മകൻ ഒരു സ്കൂളിൽ പഠിക്കാൻ പോയെന്ന് വിചാരിക്കുക. അവൻ ആ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവനും ചോറുമുതിയായിരിക്കും ചിലപ്പോൾ കൊണ്ടുകൊണ്ടി വരുന്നത്. അവനും പിള്ളേർ കൈ എഴുതുന്നിടത്തായിരിക്കും കഴിവേണ്ടി വരുന്നത്. അവർക്കും ആ എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയല്ല പറ്റത്തുള്ളൂ. അതേപോലെ നമ്മളൊരു വലിയ രാജാവിന്റെ മകനായിരിക്കെ പരിമിതമായ ലോകത്ത് ആ രാജാവിന്റെ മകനായിട്ട് തന്നെ പരിമിതമായി ജീവിക്കാനുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിലൂടെ ആർജിക്കുന്ന കർമ്മയാണ് നമുക്ക് ശരിക്കും മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തി എന്ന് പറയുന്നത്. അടുത്ത യോഗയുടെ പേര് ലയയോഗയാണ്. ലയയോഗ അതായത് ഓരോന്നും അതിൻ്റെതായ എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. ജീവികൾ അതിൻ്റെ എനർജി എമിറ്റ് ചെയ്യുന്നു, സസ്യങ്ങൾ അതിൻ്റെ എനർജി എമിറ്റ്, നമ്മൾ നമ്മുടെ എനർജിയൊക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പരിശീലനം കൊണ്ട് ഏതൊന്നിനെ സമീപിക്കുന്നോ ആ സമീപിക്കപ്പെടുന്നതിനോട് അനുരൂപപ്പെടാവുന്ന തരത്തിലേക്ക് നമ്മൾ അങ്ങ് മാറുക. നമ്മൾ ആലിന്റെ ചവിട്ടി ചെല്ലുമ്പോൾ നമ്മുടെ എനർജി ആലിന്റെ എനർജിക്ക് സമാനമായിട്ട് മാറുക. ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവനോട് ഇടപെടാൻ നമ്മുടെ സിസ്റ്റം അങ്ങനെ മാറുകയാണ്. ഒരു മെന്റലി റിട്ടാർഡായിട്ടുള്ള ആള് ബുദ്ധിമാന്യം സംഭവിച്ചൊരു കുട്ടിയോട് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി അവനോട് ആശയവിനിമയം നടത്തത്തക്ക രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ രീതിയിൽ ഒരു ലയിക്കാൻ സാധിക്കുന്ന വിധം നമ്മൾ പരിശീലനം കൊണ്ട് മാറുകയാണ്. അതാണ് ശരിക്കും ലയയോഗ. ലയയോഗയ്ക്ക് 2-3 ആസ്പെക്റ്റുകളുണ്ട്. അതിലൊന്ന് നമ്മുടെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലുള്ള എനർജീസിനെ ലയിപ്പിക്കുക. അതിന്റെ ഒരു പരിശീലനം. 2, ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രകൃതിയിൽ ഓരോന്നുമായിട്ട് ഊർജത്തെ ലയിപ്പിക്കാനുള്ള ശീലം. അത് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഈ ജീവജാലങ്ങളെയും ഈ സസ്യജാലങ്ങളെയും എല്ലാം അതിലൂടെ കടന്ന് അതിനപ്പുറത്തേക്ക് പോകത്തുള്ളൂ. ഈ ഗാലക്സി ലെവലും അതിനപ്പുറത്തേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ലയയോഗ പ്രാക്ടീസ് ചെയ്യണം. അല്ലെ ഇവിടെ തടഞ്ഞു നിൽക്കും. ഈ പള്ളിക്കകത്ത് മാത്രമേ നമ്മുടെ കോൺഷ്യസ്നെസ് നിൽക്കത്തുള്ളൂ. അപ്പൊ ലയയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്ത് ഈ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും അദൃശ്യ പ്രപഞ്ചത്തിലേക്കും അദൃശ്യ പ്രപഞ്ചത്തിൽ നിന്നും പ്രപഞ്ചങ്ങളിലേക്കും അവർ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ വികസിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനെയാണ് ലയയോഗ എന്ന് പറയുന്നത്. അടുത്ത യോഗ കുണ്ടലിനി യോഗയാണ്. കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞാൽ നട്ടലിനടിയിൽ ഒരു ഊർജത്തിന്റെ ട്രഷർ ഇരിപ്പുണ്ട്. നമ്മൾ ചില തരം പ്രാക്ടീസുകൾ കൊടുക്കാമെങ്കിൽ ഈ എനർജി നേരെ മുകളിലേക്ക് ഉയർന്നു വരും. ഇടപിംഗല നാടുകളിലൂടെയാണ് സാധാരണഗതിയിൽ വളരെ ചെറിയ അളവിൽ കുണ്ടലിനി എനർജി മുകളിലേക്ക് വന്ന് ബ്രെയിൻ സെല്ലുകളെ നിറഞ്ഞ് ബ്രെയിൻ എനർജിയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ബുദ്ധിയും ഏകാഗ്രതയും തരുന്നത് എന്ന് യോഗശാസ്ത്രം പറയുന്നു. എന്നാൽ ഇത് ഒരു യോഗി ചില പരിശീലനങ്ങളിലൂടെ സുഷുമ്നയ്ക്കകത്തൂടെ ഈ ഊർജത്തെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രെയിൻ സെല്ലുകളിലേക്ക് അതിനെ ബോധപൂർവ്വം മിക്സ് ചെയ്യിക്കും. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്രെയിൻ എനർജിയും കുണ്ടലിനി എനർജിയും മിക്സ് ചെയ്തിട്ട് അവർ വളരെ ഇന്റലിജന്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് വായിക്കാത്ത പുസ്തകത്തിലെ കണ്ടന്റ് ചില യോഗികൾക്ക് പറയാൻ കഴിയുന്നത്. ഒരു ജീവിതത്തിലൊരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത ആളുകൾ. ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ കുറച്ച് നാൾ പോയി താമസിച്ചു. അതുപോലെ ഈ ഹൈന്ദവ ആശ്രമങ്ങളിലൊക്കെ നമ്മൾ പോകും. അവരുടെയൊക്കെ വിശുദ്ധന്മാരുടെ ആ എനർജിയും അത് അവരുടെ ആ മഠാധിപതികളുടെ ഊർജവുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചാനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ ആശയം നമുക്ക് പിടികിട്ടും. അതുപോലെയാണ് ഹിമാലയ സാനുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ. എല്ലാ വർഷവും ഞാൻ ഒരു ഹിമാലയ യാത്ര നടത്താറുണ്ട്. 2-3 ആഴ്ചകൾ അവിടെയുള്ള സെയിൻറ്റ്ലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരോടൊത്ത് ചെലവഴിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ വളർത്തിയെടുത്ത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ചില പരിശീലനങ്ങളൊക്കെ തന്നെ ഓർത്തഡോക്സിലില്ലാത്തതാണ്. ഈ പൗരസ്ത്യ സംവിധാനങ്ങളില്ലാത്തതാണ് പലതും നമ്മൾ ഇന്ന് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്യാസ സമൂഹം പോലും അങ്ങനെയാണ്. നമ്മുടെ സന്യാസ സമൂഹങ്ങൾ അത്ര കൊണ്ട് അങ്ങോട്ട് വിജയിക്കാത്ത എന്താ? നമ്മുടെ സന്യാസികള് കല്യാണം കഴിച്ച അച്ഛന്മാരെയാണ് മാതൃകയാക്കുന്നത്. അവരും അച്ഛന്മാരാണല്ലോ. അവരാരും പരുബല തിരുമേനിയെ കാണുന്നില്ല. ഒരു സന്യാസി വിവേകാനന്ദനെ കാണുന്നില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരെ അറിയുന്നില്ല. പരമഹംസ യോഗാനന്ദജി അറിയുന്നില്ല. എത്ര സന്യാസികൾ ഇവിടെ. അവരൊക്കെ എങ്ങനെയാ ജീവിച്ചത്?
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഋഷിവര്യനെ ഞാൻ നേരത്തെ പറഞ്ഞ രമണ മഹർഷി ആരായിരുന്നു? നമ്മുടെ സന്യാസ സമൂഹത്തിൽ, അതേപോലെ ഈ ക്രിസ്ത്യൻ ട്രഡീഷനിൽ തന്നെ എത്ര സന്യാസികൾ ഈജിപ്തിലും ഒക്കെ ആയിട്ട് ഇന്നും ജീവിക്കുന്നു. അതേപോലെ നമ്മുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലുള്ള ഒരാള് യോഗ പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കുറെ നാൾ മുമ്പ് ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിയിട്ട് വന്നു. അദ്ദേഹം പറയാണ് അവിടുത്തെ മൊണാസ്ട്രിയെ കുറിച്ചൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള സന്യാസികൾ ക്രൈസ്തവരും ക്രൈസ്തേതരവുമായ സന്യാസികളെയാണ് മോഡലാക്കേണ്ടത്. അപ്പോൾ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ വളരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കുണ്ടലിനി യോഗ എന്താണ്? നമ്മുടെ ശരീര നട്ടലിനടിയിലുള്ള ട്രഷർ ഓഫ് എനർജി കുണ്ടലിനിയെ സുഷുമ്നയ്ക്കകത്തൂടെ ഉയർത്തി ഒരു ആധ്യാത്മികമായ വികാസത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്ന യോഗയുടെ പേരാണ് കുണ്ടലിനി യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ഇതിന് ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, യോഗ ഭാരതീയമായ ഒരു വാക്കാണെങ്കിലും ലോകത്തിലുള്ള പുരാതനമായ എല്ലാ സംസ്കാരങ്ങളിലും അവരവരുടേതായ യോഗ ഉണ്ടായിരുന്നു. 25,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഷാമനിസം എന്ന് പറയുന്ന ഒരു സംവിധാനം പാശ്ചാത്യമാണ്. ഈ അടുത്തിടയ്ക്ക് നടന്ന എക്സ്കവേഷനിൽ അവരുടെ ചില സംഗതികൾ ഈ കല്ലിലെ കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇവിടുത്തെ യോഗയുടെ ശരിയായ തനി പകർപ്പായിട്ടുള്ള ആസനങ്ങളെ അതിൽ കാണാൻ സാധിച്ചു. നമ്മുടെ പത്മാസന, വജ്രാസന, ഭുജംഗാസന, ഇതൊക്കെ 25,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഷാമനിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിരുന്നു. നമ്മളിപ്പോ കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഇത് എവിടുന്ന് വന്നത്? ഇതൊരു ആസനയാണ്. ഇത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ യോഗയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു സംക്ഷിപ്തമായ ഒരു പ്രയോഗമാണ് നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത്. യോഗയാണത്. നമസ്കാരം, ഈ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ നമസ്കാരം അവർ ഇച്ചിരൂടെ എലാബറേറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അത് അവരുടെ യോഗയാണ്, മിഡിൽ ഈസ്റ്റിലെ യോഗയാണ്. മിഡിൽ ഈസ്റ്റിലെ യോഗയുടെ പേര് കബാല എന്നാണ്. നമ്മൾ ഇവിടുത്തെ യോഗശാസ്ത്രം പോലെ വളരെ വിസ്തൃതമായ ഈ ഏഞ്ചലോളജി വരെ ഉൾപ്പെടെയുള്ള വളരെ വിസ്തൃതമായ ഒരു പാഠ്യപദ്ധതി ഈ കബാല ട്രഡീഷനിലുണ്ട്. അതിന്റെ സംക്ഷിപ്തം ഞാൻ ഒരു കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യോഗശാസ്ത്രമാണ് ആ കബാല ശാസ്ത്രം അനുസരിച്ച് ആ പള്ളി വെച്ചിരിക്കുന്നത് നമ്മുടെ വിശുദ്ധന്മാരുടെ ഗുരു പരമ്പരകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഏഞ്ചലോളജി, നമ്മൾ ഗബ്രിയേൽ, മിഖായൽ, റഫേൽ, റാസിയേൽ ഒക്കെ പറയുന്നതെല്ലാം ഈ കബാല ട്രഡീഷൻ അവരുടെ യോഗശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ കുർബാന, അപ്പം, നമ്മുടെ വീഞ്ഞ്, നമ്മുടെ കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ ഡ്രസ്സ്, ഇതെല്ലാം കബാലയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ യോഗശാസ്ത്രം പഠിക്കുമ്പോൾ, മറ്റ് സംസ്കാരങ്ങളിൽ യോഗ പഠിക്കുമ്പോൾ ടിബറ്റൻ യോഗയുണ്ട്, ചൈനക്കാർക്ക് ചൈനീസ് യോഗയുണ്ട്. ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആളാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് കരാട്ടയും കുംഫു ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. 14,000-ലധികം കുട്ടികളെ ഞാൻ കരാട്ടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ ഒരാൾ പോലും പുകവലിക്കത്തില്ല, ഒരാൾ പോലും തമ്പാക്ക് ഉപയോഗിക്കത്തില്ല. ഞാൻ അവരോട് അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അതൊരു സിസ്റ്റമാണ്, അതൊരു യോഗിക് സിസ്റ്റമാണ്. അത് ഈ ചൈനക്കാരുടെ സിസ്റ്റമാണത്. ആ സിസ്റ്റം പ്രാക്ടീസ് ചെയ്ത് അവൻ അങ്ങനെ അങ്ങ് ആയിപ്പോവും. അപ്പൊ നമ്മൾ പള്ളി പോകുന്ന പറയുന്ന പോലെയാണ് അവരുടെ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് അവരുടെ ടെമ്പിളിൽ പോകുന്നത്. അവരഭ്യാസം നടത്തുന്നതിന് ടെമ്പിൾ എന്ന് തന്നെ പറയും. നമ്മൾ കളരിയും കളരിത്തറയും കളരി വിളക്കും ഒക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ യോഗശാസ്ത്രം അനുസരിച്ച് അവർ വളരെ ഭക്തിപൂർവ്വമാണ് അവരുടെ ഷാവോലിൻ ടെമ്പിൾ ഒക്കെ അവർ കാണുന്നത്, ചൈനക്കാർ. അവർക്കും അവരുടെ യോഗയുണ്ട്. ഇതേ ഫിലോസഫിയാണത്, യോഗയുടെ ഫിലോസഫിയാണ്. നമ്മുടെ യോഗയുടെ ഈ കുണ്ടലിനിയെ പാമ്പുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിനെ ഡ്രാഗണാണ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡ്രാഗണാണ് അവർ ഈ കുണ്ടലിനിക്ക് സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ലോകത്തെല്ലായിടത്തും പാമ്പാ കുണ്ടലിനി എനർജിയുടെ സിമ്പൽ. അതുകൊണ്ട് ആ പരിമല തിരുമേനയുടെ കയ്യിലും ഇരിക്കുന്ന വടി പാമ്പായിരിക്കുന്നത്. മിസ്റ്റിക് ട്രഡീഷനിൽ ഈ കബാലയിൽ ഈ ഗോൾഡൻ സർപ്പന്റ് ആണ് കുണ്ടലിനി നട്ടലിനടിയിൽ നിന്ന് വരുന്ന എനർജിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. It has to be evolved, transformed and circulated. അതുകൊണ്ട് ആ പാമ്പ് താഴോട്ടിരിക്കുന്നത്. പാമ്പിന്റെ സാധാരണ തല എപ്പോഴും പൊക്കിയല്ലേ പാമ്പിന്റെ ഇരിക്കുന്നത്. പക്ഷെ ഈ നമ്മുടെ ട്രഡീഷണൽ പാമ്പ് തല ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടിരിക്കുന്നത്. It has to be circulated. The evolved, transformed Kundalini energy should be circulated properly
അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ കുണ്ടലിനി എനർജിയും കുണ്ടലിനി കോൺസെപ്റ്റും ആ യോഗയും കബാലയിലുള്ളതാണ്. നമ്മുടെ കുരിശ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കുരിശല്ല കബാല കുരിശ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, മറ്റ് സംസ്കാരങ്ങളിൽ ഉപയോഗിക്കുന്ന ഈജിപ്ഷ്യൻ ക്രോസ്, ഈസ്റ്റേൺ പാരമ്പര്യങ്ങളിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഉപയോഗിക്കുന്ന ക്രോസുകൾ, ഇതെല്ലാം ഒരു വരയിട്ടിട്ടാലും നടുക്കൂടൊന്ന് പോയേക്കുന്നതല്ല. അതെല്ലാം കബാലയുടെ ക്രോസ് തന്നെ അവരെല്ലാം ഉപയോഗിക്കുന്നത്. 8 ഡിറക്ഷൻ സൂചിപ്പിക്കുന്ന ക്രോസുകളാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത്. അതെല്ലാം കബാലയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് സിറിയ വഴി കടന്നിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പലതും ലോപിച്ചു പോയി. സമയക്കുറവുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാ കുണ്ടലിനി യോഗ എന്ന് പറയുന്നത്. അടുത്ത യോഗ പേര് തന്ത്രയോഗയാണ്. തന്ത്രിക്, തന്ത്ര, റിലീസിങ് എനർജി എന്നാ വാക്കിന്റെ അർത്ഥം. നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒത്തിരി എനർജി നമ്മളിലേക്ക് വരും. ആ വരുന്ന എനർജിയെ എടുത്ത് ശരിയായി അളവിൽ വേണ്ട ആൾക്കാർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാനുള്ള അഭ്യാസമാണ് തന്ത്രയോഗ എന്ന് പറയുന്നത്. അതിനകത്ത് പെടുന്നതാണ് രോഗസൗഖ്യം. താന്ത്രിക് യോഗ പഠിക്കുന്നവരാണ് അവർ അടുത്ത് നിന്ന് തന്നെ രോഗികൾ സുഖപ്പെടും, അവർ കൈ കാണിച്ചാൽ സുഖപ്പെടും. അതിനകത്തായി പ്രാണിക് ഹീലിംഗ് ഒക്കെ വരുന്നത്. രോഗമൊക്കെ വരുന്ന ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന എക്സസീവായിട്ട് എനർജി വിട്ട് അവർ ചിലപ്പോൾ ഒന്ന് മേളിൽ താഴോട്ട് സീപ്പ് ചെയ്യുമ്പം ആ പ്രകാശത്തോടൊപ്പം അവരുടെ ഡിസീസ്ഡ് എനർജി, കണ്ടാമിനേറ്റഡ് എനർജി എല്ലാം ഒന്ന് എർത്തിലേക്ക് പോവും, അല്ലെ അവരെടുത്ത് ലൈറ്റിലേക്ക് കളയും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയും. അതാണ് ഈ പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് തന്ത്രയോഗയുടെ ചെറിയൊരു ഭാഗമാണത്. ആ തന്ത്രയോഗയുടെ മറ്റ് സംഗതികൾ നമ്മൾ കുർബാന ആവാഹിച്ചിട്ട് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നതൊക്കെ അവരുടെ തന്ത്രയോഗയുടെ ഭാഗമാണ്. ആരുടെ? ഈ കബാല, ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ വലിയ യോഗികളുടെ 15,000-ലധികം വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഇതിനൊക്കെ. ഈ രീതികൾക്കെല്ലാം ഈ മിഡിൽ ഈസ്റ്റ് ട്രഡീഷന് പോലും, നമ്മുടെ പട്ടംകുടയ്ക്ക് പോലും 15,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ തലയേക്കൂടെ ഊതുന്നതും ഒക്കെ നമ്മുടെ മാമോദീസയ്ക്ക് ഊതുന്നില്ലേ? ഇതെല്ലാം കബാല ട്രഡീഷനകത്തുള്ളത് അല്ല. യേശു ആദ്യമായിട്ട് ഊതിയതല്ല ശിഷ്യന്മാരുടെ തലയിലോട്ട് പട്ടംകുടയ്ക്ക്. ഇതൊക്കെ ഒത്തിരി ഏൻഷ്യന്റ് ആണ്. ഈ കാല് കഴുകിയത് നമ്മൾ വരെ യേശു ആദ്യം ശിഷ്യന്മാരുടെ കാല്, ബുദ്ധന്മാർക്കുണ്ടാ പരിപാടി. യേശുവിനേക്ക് 600-700 വർഷം മുമ്പ് ബുദ്ധ പരമ്പരകൾ അവരുടെ ശിഷ്യന്മാരുടെ കാല് കഴുകും. ശിഷ്യന്മാരെല്ലാം അവിടെ ചേർന്ന് ഗുരുവിന്റെ കാല് കഴുകും. ഈ എസ്സീൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ജീസസിന് അത് കിട്ടിയത്. ജീസസ് ഈ കുമ്രാൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ അവരുടെ ട്രഡീഷൻസ് ആണ് അതൊക്കെ. കുമ്രാൻ കമ്മ്യൂണിറ്റി ലോകത്തിലെ പുരാതനമായ സംസ്കാരങ്ങളിലെ പ്രാതിനിധ്യം വഹിക്കുന്ന സംഗതികളാണ്. 1947 സ്ക്രോൾസ് എക്സ്കവേഷനകത്ത് ഇതൊക്കെ തെളിയുന്നുണ്ട്. ഈ കബാലയും ഇന്ത്യൻ കുണ്ടലിനി താന്ത്രിക് യോഗകളും തമ്മിലുള്ള ബന്ധത്തെ ആ സ്ക്രോൾസ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ യോഗ എന്ന് കേട്ടാളുള്ള ഇന്ത്യയിലുള്ള കുറെ ആളുകൾ, ഹിന്ദുക്കളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ മനസ്സിൽ ഇരുന്നിട്ട് ആ വഴിക്ക് തിരിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ് ഇന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുപോയത്. താന്ത്രിക്, പിന്നെ ബ്രഹ്മയോഗയുണ്ട്, അതതിൻ്റെ ക്ലൈമാക്സ് ആണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡി ട്രാൻസെൻഡ് ചെയ്തു പോകും. മൈൻഡ് ഓവർ മാറ്റർ, E = mc². E എന്ന് പറഞ്ഞാൽ എന്തുവാ? എനർജി. M C വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഈ ഐൻസ്റ്റീന്റെ ഈ സിദ്ധാന്തം തന്നെ ശരിക്കും യോഗയിൽ വരും. എന്ന് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കുന്നതിന് വാഹനം വേണ്ട, സ്ഥലകാല പരിമിതികൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ പോകും. ആ അവസ്ഥയാണ് ആ യോഗ പരിശീലിക്കുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ആ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് 10 മിനിറ്റ് യോഗ കഴിയുമ്പോൾ എൻ്റെ ക്ലാസ് തീരും. ഇത്ര സമയമുണ്ടല്ലോ, 10 മിനിറ്റ് തരത്തില്ലേ? സമയം. പ്രാണിക് ഹീലിംഗിന്റെ ഒരു പ്രോഗ്രാം ഗസ്റ്റായിട്ട് ഒരു ഹിമാലയൻ യോഗി വിളിച്ചു. എനിക്ക് തോന്നുന്നൊരു 21 വർഷം മുമ്പാണ്. ഒരു ഹിമാലയൻ യോഗിയാണ് അദ്ദേഹം. കോട്ടയത്തുള്ളൊരു കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം അതൊന്ന് വന്ന് ആ പ്രോഗ്രാം ഒക്കെ വന്ന് അത്യാവശ്യം ജസ്റ്റ് വന്നിരുന്നു. അപ്പോഴും എല്ലാവർക്കും സന്തോഷമായി. ഇത്ര ഹിമാലയത്തിൽ നിന്നൊരു യോഗി വന്നതാണല്ലോ. അവരും ഡ്രസ്സ് ധരിക്കുന്നവരല്ല, അവരുടെ ശിഷ്യന്മാരെ ഒരു ചാക്കൊക്കെ എടുത്ത് ചുറ്റി വിടുന്നതാണ്. ഞാൻ പറയാൻ വന്നത്, അന്ന് ആ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആ സ്റ്റേജിൽ വെച്ച് എല്ലാവരും ഫോട്ടോ എടുത്തു. ഒറ്റ ഒരാളുടെ ഫോട്ടോയിൽ പോലും അദ്ദേഹം പതിഞ്ഞില്ല. അദ്ദേഹത്തിനും വിഷമമുണ്ടായി. ആളുകൾ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളെ പിന്നെ ഒരു ഫോട്ടോയ്ക്ക്.
അദ്ദേഹം അനുവദിച്ച ഒരു ഫോട്ടോയിൽ മാത്രമേ അദ്ദേഹം പതിഞ്ഞുള്ളൂ. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. തദംബരി ബാബ എന്ന അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴും ഹിമാലയത്തിലാണ്. അദ്ദേഹത്തിന്റെ വയസ്സ് 400 പുറത്താണ്. കാരണം അത്രയും തലമുറകളായിട്ട് ആ ആളിനെ ആ കുടുംബക്കാർ അവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അവരുടെ മുത്തച്ഛന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാളെ പറയുന്നത്. അവരെല്ലാം ഈ ഋഷിയെ കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഈ പറഞ്ഞു വരുന്ന ആധ്യാത്മികതയും പ്രസംഗങ്ങളും ഒക്കെ ഒരു തലത്തിന് താഴെ നിൽക്കുന്നു. ഇത് ട്രാൻസെൻഡ് ചെയ്ത് മേലോട്ട് പോകുന്ന ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലോട്ടൊന്നും ആരും പോകുന്നില്ല. ആരും കണ്ണടയ്ക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എല്ലാം വല്ലതും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് പള്ളി വരികയാണ്. നമ്മളൊക്കെ തന്നെ രാജപുത്രരാണ്, രാജകീയ പുരോഹിത വർഗം എന്നല്ലേ. ഈ രാജകീയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തോ ഇപ്പൊ മനസ്സിലായോ? ഐ ആം ദ സോൾ എന്നാ, ഞാൻ ആത്മാവാണെന്നാ. മൽക്കി സദേഖ് എന്ന് പറഞ്ഞാൽ അയാൾ വലിയ രാജാവായെന്നല്ല. പരിശീലനം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പുരോഹിതനും അറിവ് കൊണ്ട് സ്വന്തം സോളിന്റെ ബോധത്തിലേക്ക് വളർന്നവനുമാണ് മൽക്കി സദേഖ് വാക്കിന്റെ അർത്ഥം. ആ ക്രമത്തിൽ ആ ക്രൈസ്റ്റ് വരുന്നത് അതിന്റെ പിന്തുടർച്ചയാണ്. അപ്പൊ അങ്ങനെ ഈ യോഗശാസ്ത്രം ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും തീരത്തില്ല. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും യോഗ പഠിക്കണം. ആളുകൾ വഴിയിരവിലും നമ്മുടെ പ്രധാനമന്ത്രി TV-ക്കകത്തൂടെ കാണുന്നതും കാണിക്കുന്നതുമാണ് യോഗയെന്ന് നിങ്ങൾ ധരിക്കരുത്. അത് അതിന്റെ ജനങ്ങളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാനും യോഗ പഠിക്കുമെന്ന് സൂചിപ്പിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പോലും അത്രമാത്രമേ പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒത്തിരി ഡെപ്തുള്ളതാണ് യോഗ. അത് നമ്മുടെ ഓർത്തഡോക്സ് ദൈവശാസ്ത്രങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ആരെങ്കിലും ഒന്ന് മുന്നിട്ടിറങ്ങി വന്ന് ഇവിടുത്തെ സന്യാസികൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഒരു ജീവന ശൈലി പകർന്നു കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസികൾ കേരളത്തിലെ സന്യാസികളായിരിക്കും. ഒത്തിരി സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ വളരെ ലിറ്ററേച്ചർ വെച്ച് നോക്കുമ്പോൾ ലോകത്തെങ്ങും ഇല്ലാത്ത സാധനം നമ്മുടെ കയ്യിലുണ്ട്. സയന്റിഫിക്കായിട്ട് ഇത് പറയുക നമ്മുടെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. ഇന്ത്യക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യൻ റിലീജിയൻ എന്ന നിലയിൽ നമുക്ക് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ക്രിസ്ത്യൻസിനുണ്ട്. അപ്പൊ ഇത് രണ്ടും ശരിക്കും ഒരു മേർജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇന്ത്യയിലെത്തി ഇവിടുത്തെ ശരിയായ ആധ്യാത്മികത പിന്തുടരാൻ ശ്രമിക്കും. അങ്ങനെ വന്നാൽ ലോകത്തുള്ള ക്രൈസ്തവർ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇന്ന് ലോകത്തിലുള്ള മറ്റ് ക്രൈസ്തവർ ഇതര മതങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത് ആളുകളുടെ പുറകെ പോകുന്നുണ്ട്. ഈ ക്രൈസ്തവർ എന്ന് തന്നെ പറഞ്ഞ് അവിടെ ആളുകളെ പിടിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ടീമാക്കി എടുക്കുന്നവർ ആരും അടിസ്ഥാനപരമായി ക്രൈസ്തവരല്ല. അത് ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ക്രൈസ്തവരാവോ? അവർ ഇതൊന്നും ഫോളോ ചെയ്യുന്നവരല്ല. യാതൊരു എത്തിക്സും ഫോളോ ചെയ്യുന്നവരല്ല. അവരുടെ കൂടെ ഞങ്ങൾക്ക് 10,000 ഫോളോവേഴ്സ് ഉണ്ട്, ഇപ്പൊ 50,000 ഇനി 5 വർഷം കഴിയുമ്പോൾ ഇത് 5 കോടിയാവും എന്നൊക്കെ നെറ്റിലൊക്കെ നോക്കി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവരെല്ലാം ഫേക്കാണ്. അതിനകത്ത് ഫേക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ ആ മതത്തിൽ നിൽക്കത്തില്ല. അവർ പിന്നെന്ത് ചെയ്യും? ഉള്ളിലെ ആ ക്വസ്റ്റ് കൊണ്ട്, സ്പിരിച്വാലിറ്റിയുടെ ക്വസ്റ്റ് കൊണ്ട് അമൃതാനന്ദമയെ കാണും. അവിടെ അമൃതാനന്ദം വരുന്നു പറയും, ശ്രീ രവിശങ്കർ വരുന്നു പറയും, വേറൊരു സ്വാമി വരുന്നു പറയും. അവരുടെയൊക്കെ പുറകെ പോവും. ഒത്തിരി പേര് ഇസ്ലാം മതത്തിൽ ചേരുന്നുണ്ട്. മതം മാറുന്നില്ലെങ്കിൽ പോലും ഒത്തിരി പേര് ബുദ്ധമതത്തിൽ ചേരുന്നുണ്ട്. മതം കൊണ്ട് അവർ പേര് മാറ്റുന്നില്ല. ഒത്തിരി പേര് ബുദ്ധമതം അനുയായികളാണ് ആവുന്നുണ്ട്. ഇപ്പം ആരും മനസ്സിലാകുന്നില്ല ഈ ബുദ്ധ ഫിലോസഫിയും ക്രിസ്ത്യൻ ദൈവശാസ്ത്രങ്ങൾ സമന്വിതമായി ഏതാണ്ട് അടുത്തടുത്ത് പോകുന്ന കാര്യങ്ങളാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈ യോഗശാസ്ത്രത്തിന്റെ സാധ്യതകൾ മനുഷ്യർ പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്ര ഞാൻ പറയാതെ യോഗയിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തുമില്ല. ഇൻട്രഡക്ഷൻ ഇപ്പൊ കൂടിപ്പോയെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിഞ്ഞൊരു സ്കൂളിനുള്ള സമയം ആയതുകൊണ്ടുകൂടെയാണത്. നമുക്കൊരു ചെറിയ പരിശീലനം ചെയ്യാം. എല്ലാവർക്കും നട്ടൽ നിവർന്നിരിക്കാം. പറഞ്ഞ സമയത്ത് നിർത്തും. എല്ലാവരുടെയും 2 വിരലുകൾ ഉയർത്തിപ്പിടിക്കുക കണ്ണിന് മുമ്പിലായിട്ട്. കസേരയിലിരിക്കുന്നവരുടെ യോഗയായി പറയുന്നത്. ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ഇൻഡെക്സ് ഫിംഗേഴ്സ്. തലകുത്തി നിൽക്കുന്നതല്ല യോഗ. ശരീരം, മനസ്സ്, ആത്മാവ് ഇവയുടെ ഏകീഭാവമാണ് യോഗം. കുറച്ച് സമയമുള്ളത്. നിങ്ങൾ ശരിക്കും ഇപ്പൊ യോഗിയാവുന്ന നോക്കൂ. റിലാക്സ്.
focus your attention on the tip of your index fingers. Simultaneously be aware of your breath. ശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക. ദീർഘശ്വാസമല്ല. How you are inhaling and how you are exhaling. നമ്മുടെ നോട്ടം ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നാം എങ്ങനെയാണ് ശ്വസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. Be aware of your inner peace. Inner silence. Stillness and inner calmness. Close your eyes, please. Continue on focusing your attention on your breath. ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് തുടരുക. ഓരോ ശ്വാസവും ശരീരം മുഴുവനും ചെയ്യുന്ന ഒരു കർമ്മമായി കരുതുക. The entire body is involved in each and every breath. The breath, the inhalation, is we are absorbing the vitalizing energy from the atmosphere. Each and every exhalation, you are releasing the used up energy. Smile. തലയുടെ മുകളിൽ ചെറിയൊരു പ്രകാശഗോളം ദർശിക്കുക. അതവിടെ തന്നെ ഉള്ളതാണ്. അതിൽ തന്നെ ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന മന്ത്രകളുടെ ഇടവേളകളെ ധ്യാനിക്കുക. കൈകൾ താഴ്ത്തി മടിയിൽ തുറന്നു വെക്കുക. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഭവം അറിയുക.
മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നാം സൈലന്റ് ആവുമ്പോഴാണ് ദൈവത്തെ നമുക്കറിയാൻ കഴിയുന്നത്. ഒരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല. നാം തന്നെ ദൈവത്തിന്റെ സ്പാർക്കാണ്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പട്ടിയുടെ കുഞ്ഞ് പട്ടിയെ പോലെ പെരുമാറും. ദൈവത്തിന്റെ കുഞ്ഞ് ദൈവത്തെ പോലെയാണ്. പട്ടിയുടെ കുഞ്ഞ് വളർന്ന് വലിയ പട്ടിയാവും. ദൈവത്തിന്റെ കുഞ്ഞ് ആത്മീയമായ പരിണാമങ്ങളിലൂടെ ആണ് ദൈവത്തെ പോലെ ആകേണ്ടത്. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. Christ is the way and the door. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. I am the light of the world. Smile. Take a deep breath. ആഴത്തിൽ ശ്വസിക്കുക. നമ്മൾ തന്നെ ഒരു പ്രകാശമായി മാറുന്നത് കണ്ടുകൊണ്ട് ശ്വസിക്കുക. Exhale. Again inhale. When you are inhaling, you are becoming a sun. Exhale. As you think, so you become. Inhale again. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നാം പ്രകാശത്തിന്റെ ഒരു ജീവിയായി കാണുക. I am nothing but a divine spark having the true nature of God. What I have is enough and what I am is enough. Smile. സാധാരണ ശ്വാസോച്ഛ്വാസം. Be aware of the breath. Natural breathing. Slowly open your eyes. സാവധാനം കണ്ണു തുറക്കുക. നിങ്ങളിങ്ങനെ 9 മിനിറ്റ് ഇരുന്നു. ഈ 9 മിനിറ്റിനകത്ത് എത്ര ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു? പറയൂ. ഒന്നും വന്നില്ല. അതാണ് യോഗ. തലകുത്തി നിൽക്കുന്ന അല്ല. യോഗ ചിത്തവൃത്തി നിരോധന. അതാ പതഞ്ജലി പറഞ്ഞത്. ഈ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും യോഗയല്ല. എവിടെ ചിന്തയില്ലാതാക്കുന്നു അതാണ് യോഗ. ചിന്തയില്ലാതിരിക്കുമ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റി സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഡിവൈൻ സ്പിരിച്വൽ എനർജിക്ക് എൻട്രി ഉണ്ടാവും സിസ്റ്റത്തിനകത്തോട്ട്. എങ്കിലേ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെ ചിന്ത അത് ബ്ലോക്ക് ചെയ്യും. സിമ്പിൾ തിങ്. താങ്ക് യു. എനിക്ക് അവസരം തന്നു. വലിയ നിങ്ങൾ ഇത്രയും വലിയ ഒരു ടീമിനെയാണ്. കുറച്ച് പേരെ വന്നിട്ടുള്ളെങ്കിലും നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വലിയ ഒരു ടീമിനെയാണ്. അവസരം തന്നതിലുള്ള എന്നെ വിളിച്ചത് ശമൽ മാത്യു അച്ഛനാണ്. നിങ്ങളുടെയൊക്കെ നിർദ്ദേശം കൊണ്ടായിരിക്കും. വിലഹിന്ന എനിക്ക് നിങ്ങൾ ഉദ്ദേശമൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ അനിവാര്യമായിട്ടാണ് പറഞ്ഞതെന്ന് ഞാൻ ധരിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്തേ. ഞാൻ ഈ കോഴ്സുകളെല്ലാം എൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ സെൻറ്റർ ഇവർ ചൈതന്യം എന്നാണ്. പലതരം യോഗകളും മെഡിറ്റേഷൻസും അതിൻ്റെ ടീമും ഇത് സന്യാസികൾക്ക് അങ്ങനെയുള്ളത്, അതുപോലെ ടീമായിട്ട് മലകളിലൊക്കെ പോയി താമസിക്കാനുള്ള അവസരം, ഇങ്ങനെ ഉള്ള മെഡിറ്റേഷൻ വർക്ക്ഷോപ്പുകളൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബവും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഈ സെൻറ്ററിന് വേണ്ടി, ചൈതന്യ എന്നാണ് സെൻറ്ററിൻ്റെ പേര്, പ്രാർത്ഥിക്കണം. താങ്ക് യു. ഈ ഉച്ചകഴിഞ്ഞുള്ള യോഗ ക്ലാസ് ഏറ്റവും അനുഗ്രഹകരമായി നടത്തി യോഗയുടെ വിവിധങ്ങളായിരിക്കുന്ന മേഖലകളെക്കുറിച്ചുള്ള ജ്ഞാനം പകർന്നു തന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛനോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ അടുത്തതായിട്ട് നടക്കേണ്ടത് ക്വിസ് മത്സരമാണ്. അതിനു മുൻപ് 2-3 കാര്യങ്ങൾ അറിയിക്കുകയാണ്.
ആദ്യം ആദരണീയനായ ജോസഫ് സാമുവൽ കറുകയിൽ കോർപ്പിസ്കോപ്പ അച്ഛന് ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനൊരു 3 മിനിറ്റ് ആശംസ അറിയിക്കും. രാവിലത്തെ ഉദ്ഘാടന മീറ്റിംഗിൽ അച്ഛൻ സംബന്ധിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വളരെ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോയതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ മാത്രമാണ് എത്തിയത്. അതുകൊണ്ട് അച്ഛന് ഇപ്പോൾ 3 മിനിറ്റ് ഉപയോഗിക്കും. അതിനുശേഷം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും, വളരെ കുറഞ്ഞ സമയം കൊണ്ട്. അതിനുശേഷം ക്വിസ് മത്സരമായിരിക്കും. ഇതിനിടയിൽ ആർക്കെങ്കിലും ഇനി റൂം കിട്ടാനുണ്ടെങ്കിൽ എന്നെ സമീപിക്കണം, താക്കോല് തരുന്നതാണ്. അതിനുശേഷം ക്വിസ് മത്സരം തുടങ്ങുമ്പോഴേക്ക് ചായ കുടിക്കാവുന്നതാണ്. ചായക്ക് ഇവിടെ ചായയും ഏത്തയ്ക്കാപ്പവും കരുതിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കോശി മാത്യുവച്ചനും കൊച്ചമ്മയും മാവേലിക്കര ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് അച്ഛൻ കോശി മാത്യുവച്ചന്റെ വക ജിലേബി എല്ലാവർക്കും കരുതിയിട്ടുണ്ട്. അതുകൂടെ എല്ലാവരും വാങ്ങിക്കഴിക്കണമെന്നുകൂടി അറിയിക്കുന്നു. ആദരണീയനായ ജോസഫ് സാമുവൽ കോർപ്പിസ്കോപ്പ അച്ഛനെ ക്ഷണിക്കുന്നു. വന്ദരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, പ്രഭാഷണത്തിന് ആവശ്യമില്ലാത്ത ഒരു സമയമാണിത്. പ്രിയപ്പെട്ട ജേക്കബ് ജോർജ് വളരെ മനോഹരമായിട്ട് യോഗയെക്കുറിച്ച് ക്ലാസ് എടുത്തു. അത് എത്ര പേർക്ക് എങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛൻ യോഗയ്ക്ക് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ യോഗ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതാണ് ഈ യോഗ അച്ഛൻ വന്ന് ഇന്നിപ്പം തന്നെ ആളുകൾക്ക് യോഗയുടെ ഇഫക്റ്റ് ഉണ്ടായി എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ട് പ്രത്യേകമായ സന്തോഷം. ഇത്രയും ഗഹനമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കോണ്ട് നമ്മളൊന്നും ആയില്ല എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വാലിറ്റിയുടെ പ്രകടനങ്ങൾക്ക് അതൊന്നും ഒരു ലെവലുമായിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നയിക്കാനിടയായി. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആലപ്പുഴയിൽ അത്യാവശ്യമായിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് കൊച്ചമ്മയോടെ വിട്ടിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. 1-2 വാക്കുകൾ മാത്രം പറയട്ടെ. നമുക്ക് ദീർഘമായ പ്രഭാഷണം ആവശ്യമില്ലല്ലോ. ഇടവകൾ കൊച്ചമ്മമാരുടെയും അച്ഛന്മാരുടെയും പ്രധാനപ്പെട്ട ശുശ്രൂഷ, മെത്രാപ്പൊലിത്തമാരുടെയും ഇടവക്കാരുടെയും ഇടയ്ക്ക് നിന്ന് മോളിൽ നിന്നും താഴെ നിന്ന് ഇടികിട്ടി ഏകദേശം ഒരു സാൻഡ്വിച്ച് ആകുന്ന ആളുകളാണ് ഈ കൊച്ചമ്മമാരും അച്ഛന്മാരും. കാരണം മോളിൽ നിന്നും നമുക്ക് പ്രഷറുണ്ട്, താഴെ നിന്നും പ്രഷറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹമാണ് അച്ഛന്മാരും കൊച്ചന്മാരും. ഇതാണ് സത്യം. പിന്നെ നമുക്ക് ഭംഗിവാക്കൊക്കെ പറയുമ്പം പറയാമെങ്കിലും റിയൽ ഫാക്റ്റ് അതാണ്. 2-3 വാക്ക് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. അച്ഛന്മാരും കൊച്ചന്മാരും ഇന്ന് അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇത്രയും സമ്മേളനങ്ങളിൽ അച്ഛന്മാരും കൊച്ചന്മാരും അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനും ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു പ്രമേയമാക്കി അവതരിപ്പിച്ച് അത് ഹോളി സിനഡിൽ അവതരിപ്പിക്കാനും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്താനുള്ളൊരു സംവിധാനമായിട്ട് ഇത് തീരണം. അതിനായി തീരണം ഇത്തരം യോഗങ്ങൾ. അല്ലാതെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് ഇത്തരം ധാരാളം ഇഷ്യൂസ് കൊച്ചന്മാരും അച്ഛന്മാരും ഫേസ് ചെയ്യുന്നുണ്ട്. അച്ഛന്മാരുടെ കൂടെ ജീവിതത്തിൽ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ട് അച്ഛന്മാർ മരിക്കുമ്പോൾ അടക്കുന്നു, കൊച്ചന്മാരെ എവിടെ അടക്കും? അവർക്ക് അവിടെ എങ്ങും അയലോക്കത്ത് പോലും സ്ഥലമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യും? ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ? പല കൊച്ചന്മാർ അലട്ടുന്ന ഒരു വിഷയമാണ്. ഇത്രയും കാലം 50 കൊല്ലം അച്ഛൻ്റെ കൂടെ ജീവിച്ചു, അച്ഛനെ ശവം അടക്കി അല്ലെങ്കിൽ മൃതശരീരം സംസ്കരിച്ചു. കൊച്ചമ്മ എവിടെ പോയി കിടക്കും? അച്ഛനെ അടക്കുന്ന മധുവായുടെ അവിടെ നിന്നും അടക്കണ്ട. പണ്ടാണെങ്കിൽ മധുവായിയുടെ അടുത്തൊക്കെ അടക്കുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഞാനിത് ഓർപ്പിക്കുന്നതിന് ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ടായി. കാരണം വിഷയമാണെന്ന് ചിന്തിക്കുന്നവരും ധാരാളം പേരുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. ഇന്ന് അച്ഛന്മാരായ നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു ചിത്രം ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു 36 വർഷമായിട്ട് ഇടവക ശുശ്രൂഷ ചെയ്യുന്നൊരു അച്ഛനാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇടവകൾ ഏകദേശം ഒരു മ്യൂസിയം പോലെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ജന്തുക്കളും അതിനകത്ത് കാണും. അതിനകത്ത് ആനയും കടുവായും പുലിയും മൂർഖനും ചേനത്തണ്ടനും എട്ടുകാലിയും എല്ലാം കാണും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കടികൊള്ളാതെ ഒരുമാതിരി യജ്ഞം കളിക്കുന്ന 3 കൊല്ലം യജ്ഞം കളിക്കുന്ന ഒരു യജ്ഞക്കാരനെ പോലെയാണ് ഒരു പള്ളിയിലെ അച്ഛൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ കടിക്കും, ഇങ്ങോട്ട് നിന്നാൽ ഇങ്ങനെ വയ്ക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരുമാതിരി കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ആ ശുശ്രൂഷ വിജയം എന്ന് പറയുന്നത്.
പക്ഷെ നമ്മുടെ ഇടവക ശുശ്രൂഷകളിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അച്ഛന്മാരോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചന്മാരും ഇന്ന് അറിഞ്ഞിരിക്കാനുള്ള 3-4 വാക്കുകളുണ്ട്. ഒന്ന്, എല്ലാ ടൈപ്പ് മനുഷ്യരും ഈ ലോകത്തിലുണ്ട്. നമുക്കവരെ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ പള്ളിയൊക്കെ എങ്ങനെ പോകുന്നു? അച്ഛൻ അവിടെ ഒരു 3-4 അവന്മാർ തട്ടിപ്പോകാതെ അവിടെ രക്ഷപ്പെടത്തില്ല അച്ഛ. എന്നോട് പറഞ്ഞ വാക്കാണ് ഈ പള്ളി എന്ന് പറയാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അവരെന്നും നിത്യ പ്രശ്നക്കാരാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല, പക്ഷെ പ്രശ്നക്കാരൊക്കെ അവിടെ കാണും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കെങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ. 2, നമ്മുടെ അച്ഛന്മാരെ ഇന്ന് ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പരിപാലിക്കുന്ന അവരിന്ന് കണ്ടുവരുന്നത് അഹങ്കാരത്തിൻ്റെ ശബ്ദവും അഹങ്കാരത്തിൻ്റെ ഭാഷയും ഈ പലപ്പോഴും ഇന്ന് അച്ഛന്മാരിൽ നിന്ന് കാണുകയാണ്. കാരണം വെറുതെ നടന്ന ഒരാൾ പെട്ടെന്ന് അച്ഛനായി കഴിയുമ്പോൾ നമുക്ക് അധികാരമായി, നമുക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമായി, എല്ലാവരും അച്ഛ കൊച്ചമ്മേ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലായിടത്തും സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ളവനെ ഇരിയട അവിടെ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു ഭാഷയിലേക്ക് അച്ഛന്മാർ ആയിപ്പോരുന്നത് ധാരാളം സ്ഥലങ്ങളിൽ പരാതി കേൾക്കാറുണ്ട്. ഞാനിത് ഓർപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ ഈ അഹങ്കാരത്തിൻ്റെ ഭാഷ അച്ഛന്മാരും കൊച്ചമ്മമാരും വെടിഞ്ഞില്ലെങ്കിൽ ശുശ്രൂഷയിൽ നമ്മൾ പിന്തള്ളപ്പെടും എന്ന സത്യം തിരിച്ചറിയണം. മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ മാത്രം പറയുക. ഈ അഹങ്കാരത്തിൻ്റെ ശബ്ദം അത് കൊച്ചമ്മമാർക്കും അതിൻ്റെ ഒരു ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കൊച്ചമ്മമാരുടെ ഹെഡ് വെയിറ്റൊക്കെ മാറി നമ്മൾ ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ് എന്ന ബോധത്തിലേക്ക് വരണം. അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. കൊച്ചമ്മയെ പ്രത്യേകം ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല. പള്ളിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ കൊച്ചമ്മയെ വിളിക്കാത്തത് കൊണ്ട് വരത്തില്ല. അച്ഛൻ്റെ കൂടെയുള്ള ശുശ്രൂഷക്കാരിയാണ് കൊച്ചമ്മ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അഹംഭാവങ്ങൾ നിർത്തി ശുശ്രൂഷയുടെ ഭാഗമാകണം എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. 2, ആക്രാന്തങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഒരു കാലത്തും സ്വസ്ഥത കിട്ടത്തില്ല. ആക്രാന്തം എന്ന് ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥം, ഒരു ചെറിയ പള്ളി കിട്ടിയാൽ ചീത്ത വിളിക്കാനും വലിയ പള്ളി കിട്ടിയാൽ അഹങ്കാരം കാണിക്കാനും പോകാതെ, ചെറിയ പള്ളിയായാലും വലിയ പള്ളിയായാലും ശുശ്രൂഷ ചെയ്യാനുള്ള ഒരാക്രാന്തമില്ലാത്ത ഒരവസ്ഥ. അവിടെ ചില പള്ളി ചിലപ്പം പൈസയൊക്കെ കിട്ടിയെന്നിരിക്കും, ചിലപ്പം കിട്ടിയില്ലെന്നിരിക്കും. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ പഠിക്കുന്ന ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ ഓരോ പള്ളിയിലും പോയി ഒരു കാലത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ശുശ്രൂഷ പരാജയമാകും എന്ന സത്യം കൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വാക്കുകൂടെ, നമ്മുടെ ശുശ്രൂഷയിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധമുണ്ട്, ഇടവക ബന്ധമുണ്ട്, സമൂഹത്തോട് ബന്ധമുണ്ട്. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകളോടൊന്നും വർത്തമാനം പറയത്തില്ല. നമ്മൾ താമസിക്കുന്ന അയൽവക്കക്കാരനോട് എന്താണ് വിശേഷം എന്ന് ചോദിക്കില്ല. ഈ ഒരു സാമൂഹ്യ ബന്ധം കൂടെ നമുക്കുണ്ട് എന്ന സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. പള്ളിയിലും പള്ളിക്കാരോട് മാത്രമേ മിണ്ടുള്ളൂ ആ ഒരവസ്ഥയല്ല. നമ്മളുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുണ്ട്, തീരെ നിവൃത്തിയില്ലാത്ത മനുഷ്യരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാവുന്ന മേഖലകളിലൊക്കെ ഇടപെടാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നമ്മളൊരു സഭക്കാർ മാത്രമേ ജീവനോടുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. ധാരാളം മനുഷ്യർ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അവൻ്റെ എല്ലാത്തിനും പോയി ചാട്ടണമെന്നല്ല, പക്ഷെ മനുഷ്യബന്ധങ്ങളുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. കൊച്ചമ്മമാരുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. നമുക്ക് ശുശ്രൂഷയ്ക്ക് ചിലപ്പോൾ ആളുകളിൽ നിന്നൊന്നും പ്രതിഫലം കിട്ടണമെന്നില്ല, ആളുകളിൽ നിന്ന് ചിലപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടണമെന്നില്ല. ഒടയവൻ്റെ കയ്യിൽ നിന്ന് നല്ല പ്രതിഫലം കിട്ടാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഇത്തരം ശുശ്രൂഷകൾ, കൂട്ടായ്മകൾ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ക്രിസ്മസിൽ ആരംഭിക്കുന്നതിന് മുൻപ് ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുന്നതിനുള്ള സമയമാണ്. അത് ഭദ്രാസന വയസ്സൊന്ന് വിളിക്കട്ടെ. ആദ്യമായി ക്യാമ്പിന് വരുന്ന കൊച്ചുമാരൊന്ന് എഴുന്നേൽക്കാമോ? അവർ ദയവായി ഇങ്ങോട്ടൊന്ന്. മറ്റുള്ളവരൊക്കെ ഇവിടെ പലപ്പോഴും പല കൊച്ചന്മാരെയും ക്യാമ്പിന് വിളിക്കുമ്പോൾ ഉള്ള ഒരു പരാതി, ഞങ്ങളവിടെ വന്നാൽ ഞങ്ങളെ ആരും അറിയില്ല, ഞങ്ങൾക്കാരെ അറിയില്ല. ഈ ഒരു പരാതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പരസ്പരം ഇത്രയും പേരൊക്കെ വരുമ്പോൾ പരസ്പരം കാണുന്നതിന്, സൗഹൃദം പുതുക്കുന്നതിനുള്ള അവസരങ്ങളായിട്ട് കൂടി നമ്മൾ ഈ ക്യാമ്പിനെ കാണണം. ഏറെ സന്തോഷത്തോടുകൂടി പരിചയപ്പെടുത്തുകയാണ് എറണാകുളത്ത് നിന്ന് ഒരു ലീഡിംഗ് അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ജാസ്മിൻ. ഇന്ന് ഇവിടേക്ക് കടന്നു വന്നുള്ള ജാസ്മിൻ ഒന്ന് വന്നിട്ട്, അതുപോലെ മറ്റു പുതിയ കൊച്ചന്മാരോട് ഇങ്ങോട്ടൊന്ന് വന്ന് പറഞ്ഞാൽ വേഗം വേഗം.
എൻ്റെ പേര് ജാസ്മിൻ എ ബി മാത്യൂസ്. ഞാൻ എറണാകുളത്ത് ലോറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. 18 വർഷമായി അച്ഛൻ്റെ കൂടെ ആയിട്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മീറ്റിങ്ങിന് വരാൻ പറ്റിയത്. കോടതി അടച്ചെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതും പ്രത്യേകിച്ച് ഒരു നിയോഗം പോലെ മെർലിൻ കൊച്ചമ്മയാണ് ഒരു ഡേറ്റ് എന്നോട് പറഞ്ഞത്. കൊച്ചി ഭദ്രാസനത്തിന് ഇങ്ങനൊരു ബസ്ക്യോമോ അസോസിയേഷൻ ഒന്നും നടക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല കുറേ വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഭാരവാഹികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയാണ്. ജസ്റ്റ് ഫോർ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിക്കുക. താങ്ക് യു. എൻ്റെ പേര് ഏലിയാമ്മ അലൈസാണ്ടർ. ഞാൻ റിട്ടയർഡായിട്ട് 10 വർഷമാകുന്നു. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലങ്ങളില്ലായിരുന്നു, വെളിയിലായിരുന്നുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടുള്ള പരിചയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ തിരുവനന്തപുരം ഭദ്രാസനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് അടൂരാണ്. ഇപ്പം അച്ഛൻ എന്ന് പറയുന്ന കൊല്ലം ഭദ്രാസനത്തിലെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. കൂടുതലായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഇത് മുതലും പിന്നീടും വരാമെന്നുള്ള ആ പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. എൻ്റെ പേര് ആനി മാത്യൂസ്. ഞാൻ അടൂർ കടമ്പനാർ ഭദ്രാസനത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ 3 പെൺകുട്ടികളാണ്. അപ്പം ആ സമയത്ത് 3 കുഞ്ഞുങ്ങളെ കൊണ്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ പേര് മാത്യൂസ് പി ജോൺ എന്നാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങ് ഇതുവരെ വരാതിരുന്നത്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി വലുതായി. അപ്പം അവരെ കൂടിക്കൊണ്ട് വരാം എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. എൻ്റെ പേര് ജാൻസി ജോൺസൺ. ഞാൻ തുമ്പോൺ ഡയൻസിൽ നിന്നാണ് വരുന്നത്. ജോൺസൺ അച്ഛൻ്റെ കൊച്ചമ്മയാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് മുത്തൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 5 വർഷമായി അച്ഛൻ്റെ കൂടെ ആയിട്ട്. എൻ്റെ പേര് ഫ്ലോറിഡ. ഞങ്ങൾ താമസിക്കുന്നത് അരിയാപുരത്താണ്. അച്ഛൻ കൈപ്പട്ടൂർ ഇടവകയിൽ സർവീസ് ചെയ്യുന്നു. അച്ഛൻ്റെ പേര് ഫാദർ ലിജു യോഹന്നാൻ. തുമ്പോണാണ്. ഞങ്ങൾ തുമ്പോൺ ഡയസിസ് ആണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. കൊട്ടാരക്കര ഡയസിസിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ കൊച്ചുമാര് ഇവിടെ ഇല്ലല്ലോ കൊച്ചുമ്മേ. നമ്മുടെ യോഗ ചെയ്ത അച്ഛൻ്റെ കൊച്ചുമ്മ ജോണിക്കുട്ടി അച്ഛൻ്റെ കൊച്ചുമ്മ. കൊട്ടാരക്കര ഡയസിസിൽ നിന്ന് വന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. എൻ്റെ പേര് നിഷ ജേക്കബ്. ജേക്കബ് ജോണച്ചിൻ്റെ വൈഫാണ്. ഹയർ സെക്കൻഡറി ടീച്ചറാണ്. 3 കുട്ടികളുണ്ട്. കൊച്ചുമോന് ഇത് ഏറ്റവും ഇളയ 8 മാസം. മൂത്താൾ 6ാം ക്ലാസ്സിലോട്ട്. ഇനി രണ്ടാമത്തെ ആൾ 4. ഞാൻ പുല്ലൂർ ഭദ്രാസനത്തിലെ വൈ മാത്യൂസ് അച്ഛൻ്റെ കൊച്ചമ്മയാണ്. 2010 വരെ മലബാർ ഭദ്രാസനത്തിലായിരുന്നു. അതുകൊണ്ട് 1 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 2010 കഴിഞ്ഞ് ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ പേര് ഷോർണി ജോൺ. ഞാൻ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ജോൺ കുട്ടിയച്ഛൻ്റെ കൊച്ചമ്മയാണ്. പത്തനാട് സെൻറ്റ് സ്റ്റീവൻസിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നു. എനിക്ക് 2 മക്കള്. ഒരു മോള് 8ലും മോന് 5ലും. എല്ലാ കൊച്ചുമാരും എണീറ്റ് പേര് പറയാൻ സമയമുണ്ടോ? ഉണ്ട്. ശരി, ഒന്ന് എഴുന്നേൽക്കാവുക. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്ന് വന്നവരൊന്ന് എഴുന്നേറ്റ്. തിരുവനന്തപുരം ഒരു നല്ല കയ്യടി കൊടുത്ത്. തിരുവനന്തപുരത്തു നിന്ന് വന്നവര്. ഷൈനി കൊച്ചുമ്മ സെക്രട്ടറിയാണ്. ശമുൽ മാത്യു അച്ഛൻ വൈസ് പ്രസിഡന്റാണ്. ഇത്രയും കൊച്ചുമാര് അവിടെ വലിയ സമ്മേളനമായിട്ട് അവർ ഭദ്രാസന മീറ്റിങ്ങുകൾ കൂടാറുള്ളത്. ഏറെ നന്നായി പ്രവർത്തിക്കുന്നു. ഇരിക്കുക. കൊല്ലം ഇവരൊക്കെ സ്ഥിരം വരുന്നവരാവശ്യം. ഇനിയും ആണോ എല്ലാവരും പേര് പറയാന്നുള്ള എത്ര എളുപ്പമാണോ? നമുക്ക് പരിചയപ്പെടാം. വൈകുന്നേരത്തൊക്കെ പരിചയപ്പെടാം.
ഇനിയിപ്പോൾ പ്രയാസം പോയി. കൊല്ലം ഭദ്രാസനക്കാരൊന്ന് എഴുന്നേറ്റേ, ഉള്ളവരൊന്ന് എഴുന്നേറ്റ്. കുറേ പേര് പോയി, ഇത്രയും പേരേ ഉള്ളൂ. കൊട്ടാരക്കര പുനലൂർ മുമ്പ് എഴുന്നേറ്റതാ. അടൂർ അടൂർ മാവേലിക്കര പോയോ കുറെ പേര്. തുമ്പമൺ, എന്തോ ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ചിട്ടൊക്കെ വന്നവരാണ്, അവർക്ക് നോട്ടീസ് കിട്ടിയില്ല. എന്തി സെക്രട്ടറി കൊച്ചമ്മ? തുമ്പോൺ സെക്രട്ടറി എന്തി ഇല്ലയോ? തുമ്പോണിന്റെ സെക്രട്ടറി ഇല്ല. ചെങ്ങന്നൂർ കൊച്ചമ്മേ, ചെങ്ങന്നൂര്. നമുക്ക് നാളെ ബിസിനസ് സെഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഈ വക ചർച്ചകൾ വെച്ചുമേ അതായിരിക്കും കുറച്ചുകൂടെ ഫലവത്താകുന്നത്. ഈ പരാതി കൃത്യമായി പറയേണ്ടി, കാരണം ഇവിടെ 2000 നോട്ടീസോളമാണ് അടിച്ച് സെക്രട്ടറിമാരെ ഏൽപ്പിക്കുക ചെയ്തത്. അതിൽ കൂടുതൽ കേന്ദ്രത്തിന് ചെയ്യാനായിട്ട് ക്യാമ്പിന് വേണ്ടി തന്നെ 2 കമ്മിറ്റികൾ കൂടി നോട്ടീസുകൾ ഏൽപ്പിച്ചു. സെക്രട്ടറിമാർ കൃത്യമായി അത് ഏൽപ്പിക്കാൻ നാളെ ബിസിനസ് സെഷൻ ഉണ്ട്. തീർച്ചയായും അവിടെ നമുക്ക് ഈ പരാതികൾ, ആവശ്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുക. ചെങ്ങന്നൂര് നിരണം, നമ്മുടെ ലിസ്റ്റിലെ നമ്പർ ഇവിടെ നോക്കണേ ഇരുന്നിട്ട്. റാന്നി നിലയ്ക്കൽ ഡയസിസ് പോയി അവര്. കോട്ടയം, ഇനി വന്നിട്ടുള്ളത് കണ്ടനാട് ഈസ്റ്റ്. കൊച്ചുമ്മ എല്ലാ വർഷവും വരുന്നതാണ്. ഇത്തവണ മരുമകളെയും കൊണ്ടുവന്ന് കൊച്ചുമ്മയുണ്ട്. കണ്ടനാട് വെസ്റ്റാ നിങ്ങൾ? കണ്ടനാട് ഈസ്റ്റ് പോയി. ഓക്കെ. ദെൻ